എല്ലാ കൂട്ടുകാർക്കും വിദ്യാ പ്ലസിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബേസിക് സയൻസ് അല്ലെങ്കിൽ ഏതാണ് പരിസര പഠനം അല്ലേ. ഇതിൽ മൂന്നാമത്തെ ചാപ്റ്റർ ഏതാണ്? ജലം നിത്യജീവിതത്തിൽ എന്ന് പറയുന്ന ചാപ്റ്ററിലോട്ട് പോവാണ് കേട്ടോ. ഈ ചാപ്റ്ററിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ കുഞ്ഞു കൂട്ടുകാർ ആരെങ്കിലും ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ. അപ്പം നമുക്ക് നോക്കിയാൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളതെന്ന്. മൂന്നാമത്തെ ചാപ്റ്റർ ആണ് ജലം നിത്യജീവിതത്തിൽ. ജലമില്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ. അപ്പം ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം. ഇത്ര വേഗത്തിൽ നീ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ കുട്ടി അവിടെ ഒരു പുഴ അല്ലെങ്കിൽ ഒരു തോട് ഒഴുകുന്നുണ്ട് അല്ലേ. അവനോട് ചോദിക്കുകയാണ്, ഇത്ര വേഗത്തിൽ നീ എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ ഒഴുകി എത്തിയില്ലെങ്കിൽ ആളുകൾക്ക് വെള്ളം കിട്ടാതെ കഷ്ടപ്പെടും. അപ്പോൾ ഈ തോട് പറയാണ്, ഞാൻ എത്തിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ആൾക്കാർക്കൊക്കെ വെള്ളം കിട്ടാതെ എല്ലാവരും കഷ്ടപ്പെടും. എന്തായിരിക്കും പുഴ ഇങ്ങനെ പറയാൻ കാരണം? അല്ലെ, പുഴ ഇങ്ങനെ പറയാൻ എന്തോ ഒരു കാരണമുണ്ട് അല്ലേ. പുഴവെള്ളം നാം എന്തെല്ലാം ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ എന്തിനെല്ലാം ഉപയോഗിക്കുന്നുണ്ട്? എന്തിനെല്ലാമാണ് ഉപയോഗിക്കുന്നത്? കുളിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്, കൃഷിക്ക് ഉപയോഗിക്കുന്നുണ്ട്, ശരിയല്ലേ. അങ്ങനെ പലതരം ആവശ്യങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പുഴയിലെ വെള്ളം ഉപയോഗിക്കാറുണ്ട് അല്ലേ. കുടിക്കാനും മറ്റ് വീട്ടാവശ്യങ്ങൾക്കും പുഴവെള്ളം നേരിട്ട് ഉപയോഗിക്കാമോ? അപ്പം പുഴവെള്ളം നമുക്ക് നേരിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ. അപ്പം നമുക്കിവിടെ എഴുതി വെക്കാം. എന്ത് ചെയ്യാൻ പറ്റില്ല? നേരിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല, ഇല്ല എന്ന് തന്നെ എഴുതി വെക്കാം അല്ലേ. ചുവടെ നൽകിയിരിക്കുന്ന ചിത്രീകരണം വിശകലനം ചെയ്യൂ. അപ്പൊ എന്താണ്? ചുവടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ആ ചിത്രം ഒന്ന് ശ്രദ്ധിച്ചേ. എങ്ങനെയാണ് ഇത്? ശുദ്ധീകരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചിത്രമാണ് കേട്ടോ. പുഴയിലെ വെള്ളം എങ്ങനെയാണ് ശുദ്ധീകരിക്കുന്നത് എന്ന് ജസ്റ്റ് നമുക്ക് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം അല്ലെ. അപ്പൊ എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതാട്ടോ. ഒന്ന് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. വലിയ മാലിന്യങ്ങൾ അരിച്ചു മാറ്റുന്നു. അപ്പൊ പുഴയിലെ വെള്ളത്തിലൊക്കെ എന്തുണ്ടാവും? വലിയ വലിയ മാലിന്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. അതെന്ത് ചെയ്യുന്നു? അരിച്ചു മാറ്റി കളയുന്നു. ഇനി രണ്ടാമത്തേത് എന്താണ്? മാലിന്യങ്ങൾ അടിയാൻ അനുവദിക്കുന്നു. ഇനിയും മാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ അത് താഴെ വന്നിട്ട് ഇതുണ്ടോ, താഴെ വന്നിട്ട് എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? അടിയാൻ. താഴെ വന്നിട്ട് അത് അടിഞ്ഞ് താഴെ കിടന്നോളും. അടുത്തത് മൂന്നാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്? മൂന്നാമത്തെ പ്രോസസ്സ് എന്താണ്? പല തട്ടുകളുള്ള അരിപ്പുകൾ കൊണ്ട് അരിച്ചു മാറ്റുന്നു. അപ്പൊ വെള്ളത്തെ പലതരത്തിലുള്ള തട്ടുകളിലേക്ക് കടത്തി വിടുകയും വീണ്ടും അരിച്ചു മാറ്റുകയുമാണ് ചെയ്യുന്നത്. അടുത്ത നാലാമത്തെ എന്താണ്? രോഗാണുക്കളെ നശിപ്പിക്കുന്നു. എന്തായാലും ഇതിൽ എന്തുണ്ടാവും? ചെറിയ ചെറിയ രോഗാണുക്കളൊക്കെ ഉണ്ടാവില്ലേ. അപ്പൊ ആ വെള്ളം ഡയറക്റ്റ് കുടിച്ചാൽ നമുക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ വരാനുള്ള ചാൻസ് ഇല്ലേ. അതുകൊണ്ട് രോഗാണുക്കളെ നശിപ്പിക്കുന്നു. അടുത്ത എന്താണ്? ശുദ്ധജലത്തിന്റെ വിതരണ ഘട്ടങ്ങൾ. ടാങ്കിൽ സംഭരിക്കുന്നു. എന്നിട്ട് വേറെ എന്തൊക്കെയാ ചെയ്യുന്നത്? ജലം വീടുകളിലേക്ക് എത്തിക്കുന്നു. പിന്നെ നമ്മൾ ടാങ്കിൽ ശേഖരിക്കുകയും പിന്നെ എന്താണ്? വീടുകളിലേക്ക് എത്തിക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പ്രോസസ്സ് എന്ത് ചെയ്യണം? എൻ്റെ കുഞ്ഞു കൂട്ടുകാരൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ഒന്നാമത്തത് എന്തായിരുന്നു? വലിയ മാലിന്യങ്ങൾ അരിച്ചു മാറ്റുന്നു. രണ്ടാമത്തത് എന്താണ്? മാലിന്യങ്ങൾ അടിയാൻ അനുവദിക്കുന്നു അല്ലെ. എന്തെങ്കിലും പിന്നെയും മാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ ഇതിനെ താഴെ പോയിട്ട് അടിഞ്ഞു കിടക്കാൻ അനുവദിക്കുന്നു. മൂന്നാമത്തത് എന്തായിരുന്നു? പല തട്ടുള്ള അരിപ്പകൾ കൊണ്ട് അരിച്ചു മാറ്റുന്നു. നാലാമത്തതാണെങ്കിൽ എന്താണ്? രോഗാണുക്കളെ നശിപ്പിക്കുന്നു. അഞ്ചാമത്തതാണെന്താ? ടാങ്കിൽ സംഭരിക്കുന്നു, വീടുകളിലേക്ക് എന്ത് ചെയ്യുന്നു? എത്തിക്കുന്നു അല്ലെ. അടുത്തതിലേക്ക് പോവാട്ടോ. പുഴയിലെ വെള്ളം ശുദ്ധീകരിച്ചാണ് വീടുകളിലേക്ക് എത്തിക്കുന്നത്. ശരിയാണ് അല്ലെ. പുഴയിലെ വെള്ളം എന്ത് ചെയ്തിട്ടാണ്? വെറുതെ നമ്മൾ ഡയറക്റ്റ് പുഴയിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കുകയാണോ ചെയ്യുന്നത്? അല്ല, നന്നായിട്ട് ശുദ്ധീകരിച്ച ശേഷം മാത്രമാണ് വീടുകളിലേക്ക് എത്തിക്കുന്നത്. നിങ്ങളുടെ വീട്ടിലും വെള്ളം എത്തുന്നത് ഇങ്ങനെയാണ്? നിങ്ങളുടെ വീട്ടിലൊക്കെ പുഴയിൽ നിന്നാണ് വെള്ളം എത്തുന്നത്? നിങ്ങളുടെ വീട്ടിൽ വെള്ളം എത്തുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ കമന്റ് ബോക്സിൽ വന്നൊന്ന് കുഞ്ഞു കൂട്ടുകാർ പറയണം കേട്ടോ. വീട്ടിലോട്ട് വെള്ളം കിട്ടുന്ന മറ്റെന്തെല്ലാം സ്രോതസ്സുകൾ ഉണ്ട്? എഴുതി നോക്കാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പൊ മിസ് ഇവിടെ 4 എക്സാമ്പിൾസ് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആ കൂടെ അഡീഷണൽ ആയിട്ട് അവിടെ എഴുതണം കേട്ടോ. ഏതൊക്കെയാണ്? കിണർ. ശരിയല്ലേ. കിണർ എന്ന് പറയുന്നത് ഒരു ജലം കിട്ടുന്ന സ്രോതസ്സാണ്. അടുത്തത് എന്താണ്? അരുവി. എന്താണ്? അരുവിയാണ് അല്ലെ. അടുത്തത് കുഴൽ കിണറാണ്. നാലാമത്തെ ഏതാണ്? കുളമാണ്. നീരുറവ എന്നിവയിൽ നിന്നൊക്കെ എന്ത് ലഭിക്കാറുണ്ട്? നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായുള്ള വെള്ളം ലഭിക്കാറുണ്ട് അല്ലേ. ഒരു ദിവസം നിങ്ങൾക്ക് എത്ര ലിറ്റർ വെള്ളം വേണ്ടി വരും? ഒരു ദിവസം നമുക്ക് എത്ര ലിറ്റർ വെള്ളം വേണ്ടി വരുമെന്ന് അറിയണം അല്ലേ. അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ. വിവിധ ആവശ്യങ്ങൾക്കായി ഒരാൾ ഉപയോഗിച്ച വെള്ളത്തിന്റെ ഏകദേശ അളവ് പട്ടികയിൽ തന്നിരിക്കുന്നു. അപ്പം ഏകദേശം ഒരാൾ ഒരു ദിവസം ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ അളവാണ് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. ജലത്തിന്റെ ഏകദേശ പ്രതിദിന ഉപയോഗം. അപ്പം ഒരു ദിവസം ഉപയോഗിച്ച വെള്ളത്തിന്റെ അളവാണ്. അപ്പൊ ആവശ്യം എന്താണ്?
ഫസ്റ്റ് വണ് കുടിക്കാൻ. ഫസ്റ്റ് വൺ എന്താണ്? കുടിക്കാൻ. എന്തായാലും കുടിക്കാൻ നമുക്ക് വെള്ളം വേണമല്ലോ. അപ്പോൾ എത്ര ലിറ്റർ ആണ്? 2.5 മുതൽ 3.5 വരെയാണ് അദ്ദേഹം ഉപയോഗിച്ചത് അല്ലേ. അടുത്തെന്താണ്? ഭക്ഷണം പാകം ചെയ്യാൻ വെള്ളം വേണമല്ലോ. എന്തായാലും വെള്ളം ആവശ്യമുണ്ട് അല്ലേ. അപ്പോൾ എത്ര വരെയാണ്? 3 ലിറ്റർ മുതൽ 4 ലിറ്റർ വരെ ഉപയോഗിച്ചിട്ടുണ്ട്. അടുത്തെന്താണ്? പാത്രം കഴുകാൻ 6 മുതൽ 8 ലിറ്റർ വരെ ഉപയോഗിച്ചു. കുളിക്കാനും വസ്ത്രങ്ങൾ കഴുകാനും 30 ലിറ്റർ ഉപയോഗിച്ചു. ശുചീകരണത്തിന്, വീടും പരിസരമൊക്കെ ശുചീകരിക്കണം അല്ലേ. നമ്മൾ വീടൊക്കെ നല്ല അല്ലേ നന്നായിട്ട് അടിച്ചു വാരുകയും തുടയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതിനൊക്കെ വെള്ളം ആവശ്യമില്ലേ? ഉണ്ട്. അപ്പോൾ എത്ര ലിറ്റർ ആണ്? 50 ലിറ്റർ. മറ്റാവശ്യങ്ങൾക്ക് 30 ലിറ്റർ. ആകെ അപ്പോൾ എത്ര ലിറ്റർ ആയി എന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. ആകെ എന്ന് പറയുന്നത് 121.5-നും 125.5-നും ഇടയ്ക്ക് നമുക്ക് ഒരു ദിവസം വെള്ളം ആവശ്യമാണ്. ഇത് അയാളുടെ മാത്രം കണക്കാണോ? ഒരാളുടെ മാത്രം കണക്കാണോ? അല്ല. ഏകദേശം എല്ലാ വീടുകളുടെയും ഏകദേശം കണക്ക് എന്ന് പറയുന്നത് ഇത്രയുമായിരിക്കും അല്ലേ. ഇനി നമുക്ക് നോക്കാം. നൽകിയ പട്ടികയിലെ ഉപയോഗവുമായി നിങ്ങളുടെ ഒരു ദിവസത്തെ ഉപയോഗം താരതമ്യം ചെയ്ത് എഴുതൂ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഇതേപോലെ ഒരു പട്ടിക വരച്ചിട്ട് നിങ്ങളുടെ വീട്ടിൽ എന്തെല്ലാം ആവശ്യത്തിന് എത്ര ലിറ്റർ വെള്ളം ഏകദേശം എടുക്കുമെന്നുള്ളത് ഒന്ന് കണ്ടെത്തി എഴുതണം കേട്ടോ. ഓരോ ദിവസവും എത്രമാത്രം വെള്ളം ആവശ്യമുണ്ട് എന്ന് കണ്ടല്ലോ. ശരിയാണല്ലേ. ഓരോ ദിവസവും ഒരുപാട് വെള്ളം ആവശ്യമുണ്ട് അല്ലേ. ചില ഉപയോഗങ്ങൾ നമുക്ക് നിയന്ത്രിക്കാനാവും, എന്നാൽ വെള്ളം കുടിക്കാതെ നമുക്ക് ജീവിക്കാനാവില്ല. ശരിയാണല്ലേ. ചില ഉപയോഗങ്ങളൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും, പക്ഷെ എന്ത് കുടിക്കാണ്ട് ജീവിക്കാൻ പറ്റില്ല? വെള്ളം കുടിക്കാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ജീവിക്കാൻ പറ്റില്ല. അടുത്തെന്താണ്? കൂടുന്ന ആവശ്യവും കുറയുന്ന ലഭ്യതയും. കൂടുന്ന ആവശ്യം കൂടി വരികയാണല്ലേ, പക്ഷേ ലഭ്യത കുറയുകയാണ്. വെള്ളത്തിൻ്റെയൊക്കെ ലഭ്യത എന്താ ചെയ്യുന്നത്? കുറഞ്ഞു വരുന്നുണ്ട് അല്ലേ. അപ്പം എന്താ പറയുന്നത്? ജനസംഖ്യാ വർധനവും ജലമലിനീകരണത്തിന്റെ തോതിലുമുള്ള വർധനവും കാരണം ശുദ്ധജല ലഭ്യത കുറഞ്ഞു വരികയാണ്. ലോകത്തെ 200 കോടിയോളം മനുഷ്യർക്ക് ആവശ്യത്തിന് ശുദ്ധജലം ലഭിക്കുന്നില്ല എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ സ്ഥിതി തുടർന്നാൽ വരും വർഷങ്ങളിൽ ജലക്ഷാമം കൂടുതൽ രൂക്ഷമാകുമെന്ന് കരുതപ്പെടുന്നു. ജലമലിനീകരണം മൂലമുള്ള രോഗങ്ങൾ കൊണ്ടും ലോകത്ത് പ്രതിവർഷം ദശലക്ഷം ആളുകൾ മരിക്കുന്നുണ്ട്. ശരിയാണ് കേട്ടോ. അപ്പം എന്താ പറഞ്ഞേക്കുന്നത്? ഈ വർഷം തന്നെ നമുക്കറിയാലേ, നമ്മുടെ വേനൽക്കാലം ഭയങ്കര കഠിനമായിരുന്നു അല്ലേ. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ വെള്ളമില്ലാണ്ടൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ആൾക്കാർ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പം ജനസംഖ്യാ വർധനവും അതേപോലെ ജലമലിനീകരണമൊക്കെ കാരണമാണ് എന്ത് സംഭവിക്കുന്നത്? ജലത്തിന് ക്ഷാമം വരുന്നത്. നിങ്ങൾ ഏറ്റവും കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്നത് എന്താവശ്യത്തിനാണ്? അപ്പം നിങ്ങൾ എന്താവശ്യത്തിനാണ് കൂടുതൽ ജലം ഉപയോഗിക്കുന്നത്? കുടിക്കാനാണോ, കുളിക്കാനാണോ, ശുചീകരണത്തിനാണോ, എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയണം കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ ഒരു ദിവസം ഏകദേശം എത്ര ലിറ്റർ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്? അപ്പം ഏകദേശം എത്ര ലിറ്റർ ഉപയോഗിക്കുന്നുണ്ട്? 100 ആണോ, 110 ആണോ, 120 ആണോ? നിങ്ങൾ തന്നെ എഴുതണം കേട്ടോ. കണ്ടെത്തി ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ. നമ്മുടെ ശരീരത്തിൽ ജലത്തിന്റെ പ്രാധാന്യം എന്താണ്? നമ്മുടെ ശരീരത്തിലെ ജലത്തിന്റെ ഏകദേശ അളവ് എഴുതി നോക്കൂ, അല്ലെങ്കിൽ അളവ് നോക്കാം. അപ്പൊ നമ്മുടെ ശരീരത്തിന് ഏകദേശം എത്ര ജലം വേണമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം അല്ലെ, ഏകദേശം എത്ര ജലം വേണം. അപ്പൊ പല പെർസെൻറ്റേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. തലച്ചോറാണെങ്കിൽ എത്രയാണ്? 73%. രക്തമാണെങ്കിൽ 94%. ഇനി വൃക്കയ്ക്കാണെങ്കിൽ എത്ര ശതമാനം വേണം? 79% വേണം. പേശികളാണെങ്കിൽ 75 ആണ് കേട്ടോ. ഹൃദയം എത്രയാണ്? 75. ശ്വാസകോശങ്ങൾ 83%, അസ്ഥികൾ 31%. അപ്പൊ ഏകദേശം ഇത്ര അളവിൽ എന്തൊക്കെ വേണം? വെള്ളത്തിന്റെ ആവശ്യകതയുണ്ട്. മനുഷ്യ ശരീരത്തിലെ ഒരു പ്രധാന ഘടകമാണ് ജലം. എല്ലാ ശാരീരിക പ്രവർത്തനങ്ങൾക്കും ജലം ആവശ്യമാണ്. അപ്പൊ നമുക്ക് പറയാം അല്ലെ, മനുഷ്യ ശരീരത്തിലെ ഒരു പ്രധാന ഘടകമാണ് ഏത്? ജലം എന്ന് പറയുന്നത്. എല്ലാ ശാരീരിക പ്രവർത്തനങ്ങൾക്കും എന്ത് വേണം? ജലം ആവശ്യമാണ്. ജലം സസ്യങ്ങളിൽ, ഇനി സസ്യങ്ങളുടെ ആവശ്യം കൂടെ നമുക്ക് പറയാനല്ലേ. നമ്മുടെ ആവശ്യം മാത്രമാണോ? അല്ല. ഇനി സസ്യങ്ങളുടെ ആവശ്യകതയിലേക്ക് നമുക്ക് പോവാം അല്ലെ. സസ്യങ്ങൾക്കും ജലം ആവശ്യമാണല്ലോ. അതെ അല്ലെ, സസ്യങ്ങൾക്കും എന്താവശ്യമാണ്? ജലം ആവശ്യമാണ്. ഏതെല്ലാം ധർമ്മങ്ങളാണ് ജലം സസ്യങ്ങളിൽ നിർവഹിക്കുന്നത്? അപ്പൊ ഏതൊക്കെ ധർമ്മങ്ങളാണ് നിർവഹിക്കുന്നത് എന്ന് നോക്കാം അല്ലെ. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ആഹാരത്തെ ഇലകളിൽ നിന്ന് മറ്റു സസ്യഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നു. പ്രകാശ സംശ്ലേഷണത്തിന്, സസ്യ ശരീരത്തിന്റെ ഘടന നിലനിർത്തുന്നതിന്.
എത്തിക്കുന്നതിന്, ആഗിരണം ചെയ്ത ലവണങ്ങൾ ഇലകളിൽ എത്തിക്കുന്നതിന്. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ ഓരോ പോയിന്റ് പഠിക്കണം കേട്ടോ. അപ്പൊ ഈ പോയിന്റ് ആദ്യം എഴുതിയാൽ നല്ലതായിരിക്കും. എന്താണ് പോയിന്റ്? എന്താണ്? ആഗിരണം ചെയ്ത, നമ്മുടെ മണ്ണിൽ എന്തുണ്ടാവും? മഴ പെയ്തിട്ടും അല്ലാണ്ടെയും ഒക്കെ എന്തുണ്ട്? ജലമുണ്ട് അല്ലേ? അപ്പൊ ആ ജലം സസ്യങ്ങൾ എന്താ ചെയ്യുന്നത്? പ്രകാശ സംശ്ലേഷണത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഇവർക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഇവരുടെ വേരിലൂടെ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. ആഗിരണം ചെയ്ത ലവണങ്ങൾ ഇലകളിൽ എത്തിക്കുന്നതിന് എന്താവശ്യമാണ്? ജലം ആവശ്യമാണ്. അതേപോലെ എന്താണ്? ആഹാരത്തെ ഇലകളിൽ നിന്ന് മറ്റു സസ്യഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നതിനും, അതേപോലെ എന്താണ്? സസ്യശരീരത്തിന്റെ ഘടന നിലനിർത്തുന്നതിന്. നാലാമത്തെ പോയിന്റ് എന്താണ്? പ്രകാശ സംശ്ലേഷണത്തിന്. ഈ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ 4 പോയിന്റും എൻ്റെ കുഞ്ഞു കൂട്ടുകാർ എന്ത് ചെയ്യണം? ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കേണ്ടതുള്ള പോയിന്റ്സ് ആണ് കേട്ടോ. എല്ലാ ജീവികൾക്കും ജീവൽ പ്രവർത്തനങ്ങൾക്ക് ജലം ആവശ്യമാണ്. എല്ലാ ജീവികൾക്കും എന്താ ആവശ്യമാണ്? ജലം ആവശ്യമാണ്. അടുത്തത് നിറവും ആകൃതിയും. അടുത്ത് നമ്മൾ എന്താ പറയുന്നത്? നിറവും ആകൃതിയുമാണ് പറയുന്നത് കേട്ടോ. നിറവും മണവും ഇല്ല, അപ്പോൾ ശുദ്ധജലമായിരിക്കും. അപ്പൊ എന്താണ്? നിറവും മണവും ഇല്ല, അപ്പം ശുദ്ധജലമായിരിക്കും. കുട്ടിയുടെ അഭിപ്രായം ശ്രദ്ധിച്ചോ. ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നാ ചോദിച്ചിരുന്നു കേട്ടോ. ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഇല്ല അല്ലെ. കാരണം എന്തായിരിക്കും? നിറവും മണവും ഇല്ല, അതൊക്കെ ശരിയാണ്. പക്ഷെ നല്ല കറക്റ്റ് നല്ല ശുദ്ധജലമായിരിക്കണമെന്ന് നിർബന്ധമുണ്ടോ? അത്ര നിർബന്ധമൊന്നും ഇല്ല അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. ജലപരിശോധനാ റിപ്പോർട്ടിലെ ചില വിവരങ്ങളാണ് താഴെ തന്നിരിക്കുന്നത്. അപ്പം ജലം പരിശോധിച്ച ചില വിവരങ്ങളാണ് താഴെ തന്നിരിക്കുന്നത്. അപ്പൊ എന്താണ്? പരിശോധനാ ഘടകം. അപ്പൊ എന്താണ്? സാന്നിധ്യം. നിറം ഇല്ല. നിറമുണ്ടോ? ഇല്ല അല്ലെ. മണം ഇല്ല. ബാക്ടീരിയ ഉണ്ട്. എന്തുണ്ട്? ബാക്ടീരിയ ഉണ്ട്. അപ്പൊ നമുക്ക് നിറവും മണവും ഇല്ല എന്ന് വിചാരിച്ചിട്ട് എല്ലാ വെള്ളവും കുടിക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ. അതിൽ എന്തുണ്ടാവും? ബാക്ടീരിയാസ് ഉണ്ടാവും. അതുമൂലം നമുക്ക് എന്ത് വരാനുള്ള ചാൻസസ് ഉണ്ട്? രോഗങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. ഇത്തരത്തിൽ ജലം പരിശോധിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ്? ചർച്ച ചെയ്യൂ. ശുദ്ധജലത്തിന്റെ നിർവചനം എഴുതി നോക്കൂ. അപ്പൊ എന്താണ് ശുദ്ധജലത്തിന്റെ നിർവചനം എന്ന് പറയുന്നത്? നമുക്ക് എന്താ എന്തൊക്കെ പറയാം? ജലം നിറമില്ലെങ്കിലും മണമില്ലെങ്കിലും ആരുണ്ടാവും? ബാക്ടീരിയാസും ഉണ്ടാവും അല്ലെ. അപ്പൊ ബാക്ടീരിയയുടെ സാന്നിധ്യമൊക്കെ ഇല്ലാതാക്കിയാൽ മാത്രമേ അത് എന്തായിട്ട് മാറുമുള്ളൂ? ശുദ്ധജലമായിട്ട് മാറുള്ളൂ അല്ലെ. അടുത്ത നോക്കിയാലോ. നിങ്ങൾ കുടിക്കുന്ന വെള്ളം ശുദ്ധമാണോ എന്നറിയാൻ വെള്ളത്തിന്റെ സാമ്പിൾ നിങ്ങളുടെ പരിസരത്തെ ഗുണനിലവാര പരിശോധനാ ലാബുകളിൽ എത്തിച്ചാൽ പരിശോധിച്ച് റിപ്പോർട്ട് ലഭിക്കും. അപ്പൊ നിങ്ങൾ സാധാരണ കുടിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, ഈ വെള്ളം കറക്റ്റ് ശുദ്ധമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് അടുത്തുള്ള ലാബിൽ നിങ്ങളുടെ വെള്ളത്തിന്റെ ഏകദേശം ഒരു സാമ്പിൾ കൊണ്ടുപോയി കൊടുത്താൽ മതി. അപ്പൊ അവര് അതിലുള്ള കണ്ടൻസ് കറക്റ്റ് എന്ത് ചെയ്യും? നമുക്ക് പറഞ്ഞു തരും കേട്ടോ. അവർ ചെക്ക് ചെയ്തിട്ട് കറക്റ്റ് പറഞ്ഞു തരും. ജലത്തിന്റെ ആകൃതി ഉണ്ടോ? ജലത്തിന് ആകൃതി ഉണ്ടോ? ഇല്ല അല്ലെ. ഏത് പാത്രത്തിലാണോ നമ്മൾ ജലം ഒഴിക്കുന്നത് ആ പാത്രത്തിന്റെ ആകൃതി ആയിരിക്കും ആർക്കെന്ന് പറയുന്നത്? ജലത്തിന് എന്ന് പറയുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഗ്ലാസ് ഉണ്ട്. 4 ടൈപ്പ് ഓഫ് എന്ത് ചെയ്തിട്ടുണ്ട്? കുപ്പികൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്താ പറയുന്നത്? ഏകദേശം ആ കുപ്പിയുടെ അല്ലെങ്കിൽ ആ ഏത് ഗ്ലാസ്സിലാണെങ്കിൽ ഗ്ലാസിന്റെ ഷേപ്പ് ആയിരിക്കും. ഇനി കുപ്പിയിലാണെങ്കിൽ എന്തൊരു ഷേപ്പ് ആയിരിക്കും? കുപ്പിയുടെ ഷേപ്പ് ആയിരിക്കും അല്ലെ. അടുത്ത് നോക്കാം കേട്ടോ. പല ആകൃതിയിലുള്ള പാത്രങ്ങളിൽ വെള്ളമെടുക്കൂ. ജലത്തിന്റെ ആകൃതിയും പാത്രത്തിന്റെ ആകൃതിയും തമ്മിൽ ബന്ധമുണ്ടോ? ഉണ്ട് അല്ലെ. എന്താ ബന്ധം? ജലത്തിന് ഏത് പാത്രത്തിലാണോ നമ്മൾ ഒഴിച്ചു വെച്ചേക്കുന്ന ജലം ആ ഒരു പാത്രത്തിന്റെ ആകൃതിയായിരിക്കും ജലത്തിന്. ഓരോ പാത്രത്തിന്റെയും ജലത്തിന്റെ ആകൃതി നിരീക്ഷിച്ച് ശാസ്ത്ര പുസ്തകത്തിൽ ചിത്രീകരിക്കൂ. എഴുതാൻ പറ്റില്ലേ? അപ്പം നമ്മൾ ഏത് പാത്രത്തിലാണോ ഒഴിച്ചു വെച്ചേക്കുന്ന ജലം ആ പാത്രത്തിന്റെ ആകൃതി ആയിരിക്കുമെന്ന് ജസ്റ്റ് അവിടെ ഒന്ന് എഴുതി വെക്കണം കേട്ടോ. മുങ്ങുന്നവയും മുങ്ങാത്തവയും ചിത്രം നിരീക്ഷിക്കൂ. അപ്പൊ 2 കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? തോണി ഒഴുക്കി വിടുന്നുണ്ട് അല്ലെ. അപ്പൊ നിങ്ങളും സാധാരണയായിട്ട് എന്ത് ചെയ്യുന്ന കാര്യമായിരിക്കും എന്ത്? തോണി ഒഴുക്കി വിടുന്നത് അല്ലെ. ഇനി നമുക്ക് നോക്കിയാലോ. അടുത്തത് എന്താണ്? വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന കടലാസ് തോണി കണ്ടുവല്ലോ. ശരിയല്ലേ. വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ വെള്ളത്തിൽ പോകുന്ന എന്ത് കണ്ടു? കടലാസ് തോണി നമ്മൾ കണ്ടു അല്ലെ. താഴെ നൽകിയിരിക്കുന്ന വസ്തുക്കളിൽ ഏതെല്ലാമാണ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുക? നിങ്ങളുടെ ഊഹം എഴുതൂ. ഊഹം ശരിയാണോ എന്ന് പരിശോധിച്ച് കണ്ടെത്തലുകൾ പട്ടികയിൽ രേഖപ്പെടുത്തൂ. അപ്പൊ എൻ്റെ കുഞ്ഞു കൂട്ടുകാർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് കറക്റ്റായിട്ട് മക്കൾ ചെയ്തു നോക്കണം കേട്ടോ. ഇതെല്ലാം നിങ്ങളുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് കേട്ടോ. ഇത് കൂടുതലായിട്ടും എന്താണ്? നിങ്ങളുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ്. സോ ഇത് എന്ത് ചെയ്യണം? എൻ്റെ കുഞ്ഞു കൂട്ടുകാർ ഒന്ന് ചെയ്തു നോക്കാൻ ശ്രമിക്കണം കേട്ടോ. അപ്പൊ ഫസ്റ്റ് വേണം എന്താണ്? കല്ല് എന്താ ചെയ്യുന്നത്?
ചെയ്യുന്നത് താഴ്ന്നു കിടക്കും. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ? അപ്പം നമ്മൾ കണ്ടെത്തൽ ശരിയാണെങ്കിൽ അവിടെ ശരിയിടുക കേട്ടോ. അടുത്തത് ബലൂൺ. ബലൂൺ എന്താണ്? പൊങ്ങിക്കിടക്കും. അത് നിങ്ങൾക്കറിയായിരിക്കും. നാണയം എന്താണ്? താഴ്ന്നു കിടക്കും കേട്ടോ. തടിക്കഷ്ണം പൊങ്ങിക്കിടക്കുകയാണ് ചെയ്യുന്നത്. കർപ്പൂരം പൊങ്ങിക്കിടക്കും. പ്ലാസ്റ്റിക് പൊങ്ങിക്കിടക്കും. ഇരുമ്പാടി എന്താ പോകുന്നത്? താഴ്ന്നു പോകും. ഇല പൊങ്ങിക്കിടക്കും. ഇനി മെഴുക് എന്ന് പറയുന്നത് പൊങ്ങിക്കിടക്കും. ഐസ് എന്താ ചെയ്യുന്നത്? പൊങ്ങിക്കിടക്കും കേട്ടോ. അപ്പം എൻ്റെ കുഞ്ഞു കൂട്ടുകാർ ആദ്യം നിങ്ങൾ കണ്ടെത്തൽ ജസ്റ്റ് എന്ത് ചെയ്യുക? അടയാളപ്പെടുത്തുക. അത് കഴിഞ്ഞിട്ട് പരീക്ഷണം ചെയ്തിട്ട് മാത്രമേ ഇത് പൂരിപ്പിക്കാവുള്ളൂ കേട്ടോ. മിസ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു തരുന്നേ ഉള്ളൂ. എൻ്റെ കുഞ്ഞു കൂട്ടുകാർ എന്ത് ചെയ്യണം? ഒറ്റയ്ക്ക് ചെയ്ത് തന്നെ നോക്കണം കേട്ടോ. ചെയ്ത് നോക്കിക്കഴിഞ്ഞ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു കാലത്തും ഇത് എന്ത് ചെയ്യില്ല? മറന്നു പോകില്ല കേട്ടോ. അടുത്തെന്താ നോക്കിയാലോ? വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള വസ്തുക്കളുടെ കഴിവ് നമ്മുടെ വിവിധ ആവശ്യങ്ങൾക്കായി പ്രയോജനപ്പെടുത്താറുണ്ട്. അത്തരം സന്ദർഭങ്ങൾ ഏതൊക്കെയാണ് എന്ന് എഴുതാമോ? അപ്പോൾ ഏതാണ്? ചങ്ങാടത്തിലെ യാത്ര, കപ്പൽ യാത്ര, തോണിയിലെ യാത്ര, മത്സ്യബന്ധനം അല്ലേ? മത്സ്യബന്ധനം അല്ലെങ്കിൽ ഏതാണ്? ബോട്ടിങ്. ഇതെല്ലാം എന്താണ്? നമ്മുടെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള വസ്തുക്കളുടെ കഴിവ് പ്രയോജനപ്പെടുത്തി ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലേ? ശരിയല്ലേ? ചങ്ങാടം ഉണ്ടാക്കി കഴിഞ്ഞാൽ ചങ്ങാടം എന്ത് ചെയ്യും? നമ്മുടെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ കപ്പൽ യാത്ര നമ്മൾ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? കപ്പല് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. തോണിയാത്ര ചെയ്യുന്നത് എന്താണ്? തോണിയും എവിടെ പൊങ്ങിക്കിടക്കും? വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും അല്ലേ? മത്സ്യബന്ധനത്തിന് പോകുന്നതും ഒക്കെ എന്തുകൊണ്ട് തന്നെയാണ്? നമ്മുടെ വെള്ളത്തിൽ വസ്തുക്കൾക്ക് പൊങ്ങിക്കിടക്കാനുള്ള കഴിവ് കൊണ്ട് തന്നെയാണ്. അടുത്ത് നോക്കിയാലോ? ലയിക്കുന്നവയും ലയിക്കാത്തവയും. ചേട്ടാ എനിക്ക് നാരങ്ങ വെള്ളം ഉണ്ടാക്കി തരുമോ? അപ്പൊ ചോദിക്കുകയാണ്, എന്തുണ്ടാക്കി തരുമോ? നാരങ്ങ വെള്ളം ഉണ്ടാക്കി തരുമോ? അപ്പൊ എന്താ പറയുന്നേ? അടുത്തിലേക്ക് പോവാം അല്ലെ? എന്താണ്? ലയിക്കുന്നവയും ലയിക്കാത്തവയും. ചേട്ടാ എനിക്ക് നാരങ്ങ വെള്ളം ഉണ്ടാക്കി തരുമോ? അപ്പൊ അനിയത്തി ചേട്ടനോട് ചോദിക്കുകയാണ്, നാരങ്ങ വെള്ളം ഉണ്ടാക്കി തരുമോ? വെള്ളത്തിലേക്ക് നാരങ്ങ പിഴിഞ്ഞ് പഞ്ചസാര ഇട്ട് ഇളക്കുക. നാരങ്ങ വെള്ളം റെഡി. എൻ്റെ കുഞ്ഞു കൂട്ടുകാർക്കൊക്കെ നാരങ്ങ വെള്ളം എന്തായാലും ഉണ്ടാക്കാൻ അറിയായിരിക്കും അല്ലേ? പഞ്ചസാര എവിടെ പോയി? പഞ്ചസാര വെള്ളത്തിൽ ലയിച്ചു ചേർന്നത് കൊണ്ടാണ് കാണാൻ കഴിയാത്തത്. ശരിയാണ് അല്ലെ? പഞ്ചസാര എന്ത് ചെയ്യും? ജലത്തിൽ നന്നായിട്ട് ലയിച്ചു ചേരും. എല്ലാ വസ്തുക്കളും വെള്ളത്തിൽ ലയിക്കുമോ? ഇല്ല അല്ലെ? എല്ലാ വസ്തുക്കളും വെള്ളത്തിൽ ലയിക്കുമോ? ഇല്ല. അപ്പൊ നമുക്കിവിടെ എന്ത് എഴുതാം? ഇല്ല എന്ന് എഴുതാം കേട്ടോ. എല്ലാ വസ്തുക്കളും എന്ത് ചെയ്യില്ല? വെള്ളത്തിൽ ലയിക്കില്ല. വെള്ളത്തിൽ ലയിക്കാത്ത വസ്തുക്കളെ എങ്ങനെ കണ്ടെത്താം? വെള്ളത്തിൽ ലയിക്കാത്ത വസ്തുക്കളെ എങ്ങനെ കണ്ടെത്താം? അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ. താഴെ പറയുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് ഒരു പരീക്ഷണം ചെയ്താലോ? അപ്പൊ ഏതൊക്കെ വസ്തുക്കളാണ്? പഞ്ചസാര, ഉപ്പ്, വിനാഗിരി, അപ്പക്കാരം, സോപ്പ് പൊടി, മണ്ണെണ്ണ, വെളിച്ചെണ്ണ, മെഴുക്, കർപ്പൂരം, തുരിശ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ്. മുകളിൽ കൊടുത്ത വസ്തുക്കളിൽ വെള്ളത്തിൽ ലയിക്കുന്നവ ഏതൊക്കെയാണ്? വെള്ളത്തിൽ ലയിക്കാത്ത വസ്തുക്കൾ ഏതെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ ഊഹം എഴുതൂ. അപ്പൊ ആദ്യം എൻ്റെ കുഞ്ഞു കൂട്ടുകാരെ ഊഹം ഒന്ന് എഴുതണേ. അത് കഴിഞ്ഞിട്ട് മിസ് പറയുന്നത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് കേട്ട് നിങ്ങൾ എഴുതിയത് ശരിയാണോ എന്നുള്ളത്. ജലത്തിൽ ലയിക്കുന്നവ ലയിക്കാത്തവ അല്ലെ? ഇപ്പൊ 2 ഹെഡിങ്സ് ആണുള്ളത്. അപ്പൊ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. കുഞ്ഞു കൂട്ടുകാർ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ഒന്ന് എഴുതി നോക്കണേ. ഏതൊക്കെയാണ് ജലത്തിൽ ലയിക്കുന്നവ ലയിക്കാത്തവ എന്ന് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് എഴുതി നോക്കണം കേട്ടോ. അപ്പൊ ഏതൊക്കെയാണ് ജലത്തിൽ ലയിക്കുന്നവ? ഏതൊക്കെയാണെന്ന് നോക്കാം അല്ലെ? പഞ്ചസാര, ഉപ്പ്, അപ്പക്കാരം, തുരിശ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ഇതൊക്കെ ജലത്തിൽ എന്ത് ചെയ്യും? ലയിക്കുന്നവയാണ് കേട്ടോ. ഇനി ലയിക്കാത്തവ ഏതൊക്കെയാണ്? മെഴുക്, വിനാഗിരി, മണ്ണെണ്ണ, വെളിച്ചെണ്ണ, കർപ്പൂരം. ഇവ എന്ത് ചെയ്യില്ല? വെള്ളത്തിൽ ലയിക്കാത്തവയാണ് കേട്ടോ. ഇവ എന്ത് ചെയ്യില്ല? വെള്ളവുമായിട്ട് മിക്സ്ഡ് ആവാത്ത സാധനങ്ങളാണ് കേട്ടോ. അടുത്തതിലേക്ക് പോവാം അല്ലെ? അടുത്ത എന്തൊക്കെയാ പറഞ്ഞേക്കുന്നത് നോക്കാലോ. ചില ഖരവസ്തുക്കളും ദ്രാവകങ്ങളും വെള്ളത്തിൽ ലയിക്കുന്നുവെന്ന് കണ്ടല്ലോ. വാതകങ്ങളും ജലത്തിൽ ലയിക്കുമോ? നിങ്ങളുടെ ഊഹം എഴുതൂ. വാതകം എന്ത് ചെയ്യും? ജലത്തിൽ ലയിക്കും കേട്ടോ. വാതകം എന്താ ചെയ്യുന്നത്? ജലത്തിൽ ലയിക്കും. ഓക്കെ, അപ്പൊ നമുക്കിവിടെ എന്ത് എഴുതി കൊടുക്കാം? ലയിക്കുമെന്ന് എഴുതി കൊടുക്കുക. അതാ വാതകം എന്താ ചെയ്യുന്നത്? ജലത്തിൽ ലയിക്കും. ചിത്രം നോക്കൂ. അപ്പൊ ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. എന്തിന്റെ ചിത്രമാണ്? അക്വേറിയത്തിന്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ? അപ്പൊ എന്താണ് ഇവിടെ? അക്വേറിയത്തിൽ ഒരു മീൻ എന്ത് ചെയ്ത്? മീനുണ്ട് അല്ലെ? അക്വേറിയത്തിൽ എന്തുണ്ട്? മീനുണ്ട്. അക്വേറിയത്തിലെ മത്സ്യങ്ങൾക്ക് ശ്വസിക്കാൻ ഓക്സിജൻ എവിടെ നിന്നാണ് ലഭിക്കുന്നത്? എവിടെ നിന്നാണ് ലഭിക്കുന്നത്? വെള്ളത്തിൽ നിന്നാണ് ലഭിക്കുന്നത് കേട്ടോ. എവിടെ നിന്നാണ് ലഭിക്കുന്നത്? വെള്ളത്തിൽ നിന്നാണ് കേട്ടോ. വെള്ളത്തിൽ നിന്നാണ്. നെക്സ്റ്റ് അടുത്ത് എന്താ അല്ലെ? സോഡ കുപ്പി തുറക്കുമ്പോൾ കുമിളകൾ പുറത്തു വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. കണ്ടിട്ടുണ്ടാവും അല്ലെ? എന്താണ്? നമ്മുടെ
സോഡാ കുപ്പി നിങ്ങൾ കടയിൽ നിന്നൊക്കെ വാങ്ങി കുടിക്കുമ്പോൾ കാണാം അല്ലെ, അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ചെറിയ ചെറിയ കുമിളകൾ പുറത്തോട്ട് വരുന്നു. എങ്ങനെയാണ് സോഡ ഉണ്ടാക്കുന്നത്? അപ്പൊ നമുക്ക് നോക്കാം അല്ലെ, എങ്ങനെയാണ് സോഡ ഉണ്ടാക്കുന്നത് എന്ന് ജസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് ഒന്ന് നോക്കി പോവാം അല്ലെ. അപ്പൊ എങ്ങനെയാണ് സോഡ ഉണ്ടാക്കുന്നത്? ജലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ലയിപ്പിച്ചാണ് സോഡ ഉണ്ടാക്കുന്നത്. ജലത്തിലേക്ക് എന്ത് ആഡ് ചെയ്തിട്ടാണ്? കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന വാതകം ലയിപ്പിച്ചിട്ടാണ് എന്തുണ്ടാക്കുന്നത്? സോഡ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പൊ ഇതൊന്ന് ഓർത്ത് വെക്കണേ കുഞ്ഞു കൂട്ടുകാരെ. സോഡ കുപ്പി തുറക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം സ്വതന്ത്രമാകുന്നത് കൊണ്ടാണ് കുമിളകൾ ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ ഇത് തുറക്കുമ്പോൾ അല്ലെങ്കിൽ കുപ്പി തുറക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആര് പുറത്തോട്ട് വരുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് വരുന്നു. അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഇവിടെ കുമിളകൾ ഉണ്ടാകുന്നത്. ഇനി നമുക്ക് നോക്കാം അല്ലെ, അടുത്തത് എന്താ പറയുന്നത്? നാരങ്ങ വെള്ളം തയ്യാറാക്കിയപ്പോൾ എന്തെല്ലാമാണ് ലയിച്ചു ചേർന്നത്? ഇവ എന്തിലാണ് ലയിച്ചു ചേർന്നത്? അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന കാര്യം എന്താ വെച്ചാൽ, നമ്മൾ നേരത്തെ നാരങ്ങ വെള്ളം ഉണ്ടാക്കിയില്ലേ? അപ്പോൾ ആദ്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം സാധനങ്ങളായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്? ഏതെല്ലാം സാധനങ്ങളായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്? ഒരു എന്താണ്, ഗ്ലാസ്സിൽ വെള്ളം എടുക്കുന്നു, അതിലേക്ക് നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നു, ദെൻ അതിലേക്ക് എന്തിടുന്നു? പഞ്ചസാര ഇടുകയാണ് ചെയ്യുന്നത് അല്ലേ. എന്നിട്ട് ഇത് നന്നായിട്ട് നമ്മൾ ഇളക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിലേക്ക് അലിഞ്ഞു ചേർന്ന ആൾ ആരായിരുന്നു? പഞ്ചസാരയായിരുന്നു ഇതിലേക്ക് അലിഞ്ഞു ചേർന്നത്. എന്തിലേക്കായിരുന്നു അലിഞ്ഞു ചേർന്നത്? വെള്ളത്തിലേക്കാണ് പഞ്ചസാര എന്ത് ചെയ്തത്? അലിഞ്ഞ് ചേർന്നത് അല്ലേ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അല്ലേ, നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്ന ആൾക്കാരായിരിക്കും എല്ലാവരും അല്ലേ. ലയിച്ചു ചേരുന്ന വസ്തുവിനെ എന്നും എന്തിലാണോ ലയിക്കുന്നത് ആ വസ്തുവിനെ ലായകം എന്നുമാണ് പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണേ. നേരത്തെ നമ്മൾ നാരങ്ങ വെള്ളത്തിന്റെ കാര്യം പറഞ്ഞില്ലേ? അപ്പൊ നാരങ്ങ വെള്ളത്തിൽ ആര് ലയിക്കുകയാണ് ചെയ്തത്? പഞ്ചസാര. അപ്പൊ ലയിച്ചു ചേരുന്ന വസ്തുവിനെ ലീനമെന്നും ഏതൊരു വസ്തുവിലേക്കാണോ ലയിക്കുന്നത് അതിനെ ലായകം എന്നുമാണ് പറയുന്നത്. ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതാണ് ലായനി എന്ന് പറയുന്നത്. അപ്പൊ ലീനം ഒരു ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലായനി എന്ന് പറയുന്നത്. മുമ്പ് ചെയ്ത പ്രവർത്തനങ്ങളിൽ ഓരോന്നിന്റെയും ലായനി, ലീനം, ലായകം എന്നിവ പട്ടികപ്പെടുത്തി എഴുതാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ ഇവിടെ കൊടുത്തിട്ടുണ്ട് ലായനി, പഞ്ചസാര ലായനിയാണ് കൊടുത്തേക്കുന്നത് അല്ലെ. ഫസ്റ്റ് വൺ എന്താണ്? പഞ്ചസാര ലായനി. അതിലെ ലീനം, പഞ്ചസാര ലായനിയിലേക്ക് ആരായിരുന്നു ലയിച്ചു ചേർന്നത്? പഞ്ചസാര ലയിച്ചു ചേരുകയായിരുന്നു ചെയ്തിരുന്നത് അല്ലെ. എന്തിലേക്കാണ് ലയിച്ചു ചേർന്നത്? വെള്ളത്തിലേക്കാണ്. ഇനി സോഡയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കേട്ടോ. സോഡയിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കേട്ടോ. കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ് എന്തിലേക്കാണ് ലയിച്ചു ചേർന്നത്? വെള്ളമാണ് അല്ലേ. വെള്ളത്തിലേക്കായിരുന്നു അല്ലെങ്കിൽ ജലത്തിലേക്കായിരുന്നു ലയിച്ചു ചേർന്നത്. ഇനി വേറെ ഏതാ നമുക്ക് കൊടുക്കുന്നത്? ഉപ്പ് ലായനി ആയിക്കോട്ടെ, ഉപ്പ് ലായനി. അപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞേ, ഏതാണ് ലീനം എന്ന് പറയുന്നത്? ഏതാണ്? ഉപ്പാണ് അല്ലേ. ലീനം എന്ന് പറയുന്നത് ഏതാണ്? ഉപ്പാണ്. അപ്പൊ നമുക്ക് ലീനം എന്ന് പറയുന്നത് ഏത് എഴുതാം? ഉപ്പ് എഴുതാം കേട്ടോ. ലീനം എന്ന് പറയുന്നത് ഉപ്പ് എഴുതാം. ഇനി ഏതിലേക്കാണ് ലയിച്ചു ചേർന്നത്? വെള്ളമാണ് അല്ലേ. ഏതിലേക്കാണ്? വെള്ളത്തിലേക്കാണ് ലയിച്ചു ചേരുന്നത്. അപ്പൊ ഇനി കൂടുതൽ എക്സാമ്പിൾസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ ആഡ് ചെയ്ത് എഴുതി കൊടുക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? സ്വന്തമായിട്ട് കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ കണ്ടുപിടിച്ചിട്ട് ഇവിടെ അഡീഷണൽ ആയിട്ട് എഴുതി കൊടുക്കുന്നത് നന്നായിരിക്കും. വെള്ളത്തിൽ ലയിക്കുന്ന മറ്റു വസ്തുക്കൾ കണ്ടെത്തി പട്ടിക വിപുലീകരിക്കുമല്ലോ. നിങ്ങൾക്ക് കൂടുതൽ എഴുതാൻ പറ്റില്ലേ? നിങ്ങൾ ആലോചിച്ചാൽ മതി കേട്ടോ. ചക്കപ്പശ, ടാറ് എന്നിവ പറ്റിപ്പിടിച്ചാൽ എങ്ങനെയാണ് നീക്കം ചെയ്യാറുള്ളത്? നിങ്ങൾക്കറിയാം അല്ലേ, ചക്കയുടെ പശയില്ലേ, നമ്മൾ ചക്ക ചെത്തി കഴിയുമ്പോൾ ഒരു പശ താഴോട്ട് ഇങ്ങനെ ഊർന്നു വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റൂലേ. ഞങ്ങളുടെ നാട്ടിലൊക്കെ വളഞ്ഞീൻ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് മിസ്സിന് അറിയത്തില്ല. അപ്പൊ എന്താണ്? ഈ വളഞ്ഞീൻ എന്ത് ചെയ്യും? നമ്മുടെ കയ്യിൽ പറ്റി പിടിച്ചു കഴിയുമ്പോൾ ഒന്നെങ്കിൽ ചിലവർ എന്ത് ഉപയോഗിക്കും? മണ്ണെണ്ണ ഉപയോഗിച്ച് എന്ത് ചെയ്യാറുണ്ട്? ഇതിനെ നീക്കം ചെയ്യാറുണ്ട്. ചിലരെന്താ ചെയ്യുന്നത്? എണ്ണ ഉപയോഗിച്ചും എന്ത് ചെയ്യുന്നുണ്ട്? നീക്കം ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം എണ്ണ കുറച്ച് കയ്യെ തേച്ച് കഴിഞ്ഞാൽ അത്ര നന്നായിട്ട് ചക്കപ്പശ പിടിക്കാതിരിക്കും അല്ലേ. അപ്പൊ എന്തുകൊണ്ടാണ് ഇവ വെള്ളം കൊണ്ട് കഴുകി കളയാത്തത്? ബോൾ പേനയുടെ മഷി വസ്ത്രത്തിൽ പുരണ്ടാൽ അത് നീക്കം ചെയ്യാനും എന്താണ് മാർഗം? വെള്ളത്തിൽ ലയിക്കുന്ന വസ്തുക്കൾ മണ്ണെണ്ണയിലും വെളിച്ചെണ്ണയും ലയിക്കുമോ? അപ്പൊ നമുക്ക് നോക്കാട്ടോ. വെള്ളത്തിൽ ലയിക്കുന്നത് മണ്ണെണ്ണയിലും വെളിച്ചെണ്ണയിലും ലയിക്കുമോ എന്നാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. പട്ടികയിൽ നൽകിയിരിക്കുന്ന ലീനങ്ങൾ വിവിധ ലായകത്തിൽ ലയിപ്പിച്ചു നോക്കൂ. അപ്പൊ ഇത് നിങ്ങൾ സ്കൂളിലെ ടീച്ചറിന്റെ സഹായത്തോടെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നല്ലതായിരിക്കും കേട്ടോ. ഫസ്റ്റ് വണ് ജലം. ജലത്തിൽ ആര്? പഞ്ചസാര ലയിക്കുമോ? ലയിക്കും കേട്ടോ. ജലത്തിൽ പഞ്ചസാര ലയിക്കും. ഇനി മണ്ണെണ്ണ പഞ്ചസാരയിൽ ലയിക്കുമോ? ഇല്ല കേട്ടോ. വെളിച്ചെണ്ണയോ? ലയിക്കില്ല. അടുത്ത ഏതാണ്? നെക്സ്റ്റ് അടുത്ത എന്താണ്? ഉപ്പാണ് കേട്ടോ. ഉപ്പ് ലയിക്കുമോ? ലയിക്കൂലേ. ജലത്തിൽ ലയിക്കും. ഇനി ഉപ്പ് മണ്ണെണ്ണയിൽ ലയിക്കുമോ? ഇല്ല. ഇനി വെളിച്ചെണ്ണയുമായിട്ട് നമ്മൾ
നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമോ? ഇല്ല കേട്ടോ, വെളിച്ചെണ്ണയിലും ലയിക്കില്ല. അപ്പക്കാരമാണെങ്കിലോ ജലത്തിൽ ലയിക്കും, തുരിശും ജലത്തിൽ ലയിക്കും, കർപ്പൂരം ലയിക്കില്ല കേട്ടോ. അടുത്ത എന്താണ്? മണ്ണെണ്ണയിൽ ലയിക്കുമോ? ഇല്ല കേട്ടോ, ഇതും എന്ത് ചെയ്യുക, വെളിച്ചെണ്ണയും അപ്പക്കാരവും കൂടെ ലയിക്കില്ല. അടുത്ത തുരിശ് രണ്ടിലും മണ്ണെണ്ണയിലും ലയിക്കില്ല, അതേപോലെ വെളിച്ചെണ്ണയിലും എന്ത് ചെയ്യില്ല, ലയിക്കില്ല കേട്ടോ. അടുത്ത എന്താണ്? കർപ്പൂരം മണ്ണെണ്ണയിലും ലയിക്കും, അതേപോലെ വെളിച്ചെണ്ണയിലും എന്ത് ചെയ്യും, ലയിക്കുന്നതായിരിക്കും കേട്ടോ. പൂർത്തിയാക്കുക. പട്ടിക വിശകലനം ചെയ്ത് കണ്ടെത്തലുകൾ എഴുതാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങളൊന്ന് പറഞ്ഞേ, കണ്ടെത്തലുകൾ നമുക്ക് എന്തെല്ലാം എഴുതാൻ പറ്റുമെന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കിക്കേ. എന്താണ് നമുക്ക് എഴുതാൻ പറ്റുന്നത്? പല വസ്തുക്കളും ജലത്തിൽ ലയിക്കുന്നവയാണ് അല്ലെ. ചില വസ്തുക്കളൊക്കെ എന്താണ്? ജലത്തിൽ ലയിക്കുന്നവയാണ്. എന്നാൽ ചിലത് എന്തിൽ ലയിക്കുന്നില്ല? മണ്ണെണ്ണയിലും വെളിച്ചെണ്ണയിലും ലയിക്കുന്നില്ല. ഇതിൽ നിന്ന് ഒന്ന് മാത്രമാണ് അല്ലെ. കർപ്പൂരം എന്ത് ചെയ്യുന്നു? മണ്ണെണ്ണയിലും വെളിച്ചെണ്ണയിലും എന്ത് ചെയ്യുന്നു? ലയിക്കുന്നു. അത് എവിടെ ലയിക്കുന്നില്ല? ജലത്തിൽ ലയിക്കുന്നില്ല. അപ്പം മിസ് ജസ്റ്റ് ഇവിടെ നിന്ന് ഒന്നുകൂടെ പറഞ്ഞുതരാം, നിങ്ങളൊന്ന് കേട്ടെഴുതാൻ ശ്രമിക്കണം കേട്ടോ. പല വസ്തുക്കളും ജലത്തിൽ ലയിക്കുന്നവയാണ്. പല വസ്തുക്കളും എന്തിൽ ലയിക്കുന്നവയാണ്? ജലത്തിൽ ലയിക്കുന്നവയാണ്. എന്നാൽ എന്താ വേണമെങ്കിൽ നമുക്ക് എടുത്തെഴുതാം അല്ലെ. ചിലത് മണ്ണെണ്ണയിലും വെള്ളത്തിലും വെളിച്ചെണ്ണയിലും ലയിക്കുന്നില്ല. എന്നാൽ അത് എന്തിൽ ലയിക്കുന്നില്ല? മണ്ണെണ്ണയിലും വെളിച്ചെണ്ണയിലും ലയിക്കുന്നില്ല. പിന്നെ നമുക്ക് എടുത്തെഴുതാം എന്താണ്? കർപ്പൂരം ജലത്തിൽ ലയിക്കുന്നില്ല, എന്നാൽ അത് എന്തിൽ ലയിക്കുന്നു? മണ്ണെണ്ണയിലും വെളിച്ചെണ്ണയിലും ലയിക്കുന്നു എന്ന് എടുത്തെഴുതിയാൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് എടുത്തെഴുതാൻ നോക്കുക കേട്ടോ. മിസ് പറഞ്ഞ് എന്ത് ചെയ്യുക? മിസ് ഇവിടെ എല്ലാം കൂടെ എഴുതിയിടുന്നില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതിയാൽ മതി കേട്ടോ. അടുത്തതിലേക്ക് പോവാം അല്ലേ. ജലത്തിന് നിരവധി വസ്തുക്കളെ ലയിപ്പിക്കാൻ കഴിവുണ്ട്. അതിനാൽ ജലത്തെ സാർവിക ലായകം എന്ന് പറയുന്നു. അപ്പൊ നിരവധി വസ്തുക്കളെ ലയിപ്പിക്കാൻ കഴിവുള്ളത് കൊണ്ട് സാർവിക ലായകം എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. അടുത്തത് ജലത്തിന്റെ ലായകശേഷി പ്രയോജനപ്പെടുത്തുന്ന കൂടുതൽ ഉദാഹരണങ്ങൾ എഴുതൂ. അപ്പൊ ഏതൊക്കെയാണ്? വസ്ത്രങ്ങൾ കഴുകാനുണ്ട്, കാലുകളെ കഴുകാനുണ്ട്, കുളിക്കാൻ, ഭക്ഷണം പാകം ചെയ്യാൻ, വാഹനം കഴുകാൻ. ഇതൊക്കെ നമ്മൾ എന്താണ്? ജലത്തിന്റെ ലായകശേഷി ഉപയോഗപ്പെടുത്തുന്ന മാർഗങ്ങളാണ് കേട്ടോ, അല്ലെങ്കിൽ ഉദാഹരണങ്ങളാണ്. വെള്ളം, പഞ്ചസാര, മക്ഷി എന്നിവ ഉപയോഗിച്ച് താഴെ പറയുന്ന രീതിയിൽ പരീക്ഷണം ചെയ്തു നോക്കാനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അടുത്തെന്താണ്? വസ്തുക്കളുടെ ലയന വേഗത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണെന്ന് കണ്ടെത്തി എഴുതുക. ശരിയാണല്ലേ. നമ്മൾ പഞ്ചസാര ലയിക്കുന്നതും അതേപോലെ മഷി ലയിക്കുന്നതും രണ്ട് രീതിയിലായിരിക്കും, അല്ലെങ്കിൽ രണ്ട് വേഗത്തിലായിരിക്കും. അപ്പോൾ ഏതൊക്കെയാണ് സന്ദർഭങ്ങൾ എന്ന് പറയുന്നത്? എങ്ങനെയൊക്കെയാണ് ഇതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്, ഈ ലയിക്കുന്ന വേഗത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചേക്കുന്നത് കേട്ടോ. ഒന്ന് താപനിലയാണ് കേട്ടോ. ഒന്നെന്താണ്? താപനിലയാണ് കേട്ടോ. ഒന്ന് താപനിലയാണ്. നെക്സ്റ്റ് അടുത്ത് നമുക്ക് ഇത് പറയാം, ലീനത്തിന്റെ വലിപ്പം പറയാം കേട്ടോ. ലീനത്തിന്റെ വലിപ്പം. ഓക്കെ. വേറെന്താ പറയുന്നത്? നമ്മൾ ഇളക്കുന്നത് അല്ലേ. നമ്മൾ ഇളക്കുന്ന വേഗതയും എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനെ സ്വാധീനിക്കുന്നുണ്ട്. ഇളക്കുന്ന വേഗത, അല്ലെങ്കിൽ ഇളക്കുന്ന വേഗത എന്ത് എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. അടുത്തതിലേക്ക് പോയാലോ. അടുത്തെന്താ നോക്കാം അല്ലേ. ജലം പല രൂപത്തിൽ. ജലം എന്താണ്? പല രൂപത്തിലുണ്ട് അല്ലേ. ചിത്രം നോക്കൂ. നമ്മളോട് എന്ത് നോക്കാനാണ് പറഞ്ഞേക്കുന്നത്? ചിത്രം നോക്കാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ടല്ലേ. എന്താ ചിത്രത്തിൽ കൊടുത്തേക്കുന്നത്? ഐസായിട്ട് അല്ലേ. സാധാ രൂപത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ഫ്രീസറിൽ വെച്ച് അത് എന്താക്കലുണ്ട്? ഐസാക്കി സൂക്ഷിക്കലുണ്ട്. ജലം പല രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റും അല്ലേ. ഐസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഐസ് ഉണ്ടാക്കുന്നത് നമ്മൾ എങ്ങനെയാണ്? ജലം എടുത്തിട്ട് അതിനെന്ത് ചെയ്യുന്നു? തണുപ്പിക്കുന്നു. തണുപ്പിച്ച് കഴിയുമ്പോൾ എന്തായിട്ട് മാറുന്നു? ഐസായിട്ട് മാറുന്നു അല്ലേ. വെള്ളത്തിന്റെ ഖരാവസ്ഥയാണ് ഐസ്. തീർച്ചയായിട്ടും ശരിയാണ്. വെള്ളത്തിന്റെ എന്താണ്? ഖരാവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്? ഐസ് എന്ന് പറയുന്നത്. ഏതെല്ലാം ആവശ്യങ്ങൾക്കാണ് ഐസ് ഉപയോഗിക്കാറുള്ളത്? ഏതെല്ലാം ആവശ്യങ്ങൾക്കാണ് നമ്മൾ ഐസ് ഉപയോഗിക്കാറുള്ളത്? ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ. ശരിയാണല്ലേ. മീനൊക്കെ കേടുവരാതെ സൂക്ഷിക്കാൻ നമ്മൾ എന്ത് ഉപയോഗിക്കലുണ്ട്? മീനിലൊക്കെ ഐസ് ഇടലുണ്ട്. വേറെന്തൊക്കെയാണ്? നമ്മൾ ജ്യൂസൊക്കെ അടിക്കുമ്പോൾ അല്ലെ, അതിലേക്ക് എന്തിട്ട് തരലുണ്ട്? ഐസ് ഇട്ട് തരലുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, ഭക്ഷ്യവസ്തുക്കളുടെ രുചിക്ക് എന്ന് എഴുതാം കേട്ടോ. ഭക്ഷ്യവസ്തുക്കളുടെ രുചിക്ക്. ഭക്ഷ്യവസ്തുക്കളുടെ തായാണിത്. ഭക്ഷ്യവസ്തുക്കളുടെ രുചിക്ക്. ഓക്കെ. വേറെന്താണ്? വേറെന്താ? പിന്നെ ചെടികളിലെ പുഴുക്കളെയൊക്കെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ചെടികളിലെ പുഴുക്കളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കാണലുണ്ട് കേട്ടോ.
കളെ നശിപ്പിക്കാൻ. പിന്നെന്താണ്? കളെ നശിപ്പിക്കാൻ. വേറെന്താണ്? ഫേസ് ഒക്കെ അല്ലെങ്കിൽ നമ്മുടെ മുഖമൊക്കെ വൃത്തിയാക്കാൻ കേട്ടോ. മുഖത്തിൻ്റെ വൃത്തിക്ക് കേട്ടോ. മുഖത്തിൻ്റെ വൃത്തിക്ക് നേട്ടാം. മുഖത്തിൻ്റെ വൃത്തിക്ക്. മുഖത്തിൻ്റെ എന്താണ്? വൃത്തിക്ക്. ഓക്കെ, ഇതൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നതാണ്? ഐസിൻ്റെ ഉപയോഗങ്ങളാണ് അല്ലേ. അടുത്തത്, ഐസ് അല്പസമയം പുറത്ത് വെച്ചിരുന്നാൽ എന്താണ് സംഭവിക്കുക? അപ്പം നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്തു? ഐസ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു അല്ലെങ്കിൽ കുറച്ചു നേരം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? അത് വീണ്ടും വെള്ളമായിട്ട് മാറും അല്ലേ. എന്തായിട്ട് മാറുന്നു? ജലമായിട്ട് അല്ലെങ്കിൽ വെള്ളമായിട്ട് മാറുന്നു. വെള്ളമായി മാറുന്നു അല്ലേ. വെള്ളമായി മാറുന്നു. അപ്പൊ എന്താണ് ഇതിന് കാരണം എന്ന് പറയുന്നത്? എന്താണ് കാരണം? താപനിലയാണ് ഇതിന് കാരണം എന്ന് പറയുന്നത് അല്ലേ. എന്താണ് കാരണം? താപനില. ഒരു മിനിറ്റ്. എന്താണ് ഇതിന് കാരണം? താപനിലയാണ് ഇതിന് കാരണം കേട്ടോ. താപനിലയാണ് കാരണം. താപനിലയാണ് കാരണം എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? വിവിധ സന്ദർഭങ്ങളിൽ ഐസിന് വരുന്ന മാറ്റങ്ങൾ നിരീക്ഷിച്ച് നമ്മളോട് ഒരു കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം അല്ലേ. ഒരു പാത്രത്തിൽ വെച്ചിരിക്കുന്ന ഐസ്, നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പാത്രത്തിൽ ഐസ് വെച്ചിരിക്കുന്നു. അപ്പോൾ എന്താണ്? നിരീക്ഷിച്ച കാര്യങ്ങൾ എഴുതാനാണ്. അപ്പോൾ എന്താണ്? ഈ പാത്രത്തിൽ വെച്ചിരിക്കുന്ന ഐസിൽ ചെറിയ രീതിയിൽ എന്തുണ്ടാവും? വെള്ളത്തിന്റെ അംശം ഉണ്ടാവും അല്ലേ. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം, ചെറിയ അളവിൽ വെള്ളത്തിന്റെ അംശം. ചെറിയ അളവിൽ വെള്ളത്തിന്റെ അംശം ഉണ്ടാവും കേട്ടോ. അളവിൽ വെള്ളത്തിന്റെ അംശം. കേട്ടോ. അളവിൽ വെള്ളത്തിന്റെ അംശം ഉണ്ടാവും. ഓക്കെ, അംശം ഉണ്ടാവും. നെക്സ്റ്റ് എന്താണ്? ഐസ് ചൂടാക്കുമ്പോൾ എന്തായിട്ട് മാറുന്നു? വെള്ളമാവുന്നു കേട്ടോ. ഐസ് ചൂടാക്കുമ്പോൾ എന്തായിട്ട് മാറുന്നു? വെള്ളമാവുന്നു. റെഡി അല്ലേ? ഐസ് ചൂടാക്കുമ്പോൾ വെള്ളമാവുന്നു. അടുത്തെന്താണ്? പാത്രത്തിലെ വെള്ളം തിളയ്ക്കുമ്പോൾ. പാത്രത്തിലെ വെള്ളം തിളയ്ക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? കുമിളകൾ കാണാൻ പറ്റും. പിന്നെന്താണ്? വെള്ളം നീരാവിയാകുന്നു അല്ലേ. വെള്ളത്തിന് കുമിളകൾ കാണാൻ പറ്റും. പിന്നെന്താണ്? വെള്ളം എന്തായിട്ട് മാറുന്നു? നീരാവിയാകുന്നു. കുമിളകൾ കാണാൻ പറ്റും. കുമിളകൾ അല്ലേ. കുമിളകൾ കാണാൻ പറ്റും. പിന്നെന്താണ്? നീരാവിയാകുന്നു എന്ന് എഴുതാം അല്ലേ. നീരാവിയാകുന്നതും. നീരാവിയാകുന്നു. ഓക്കെ, വേറെന്താ നമുക്ക് എഴുതാൻ പറ്റുന്നേ? വേറെ അടുത്തതിലേക്ക് പോകാം അല്ലേ. ഇതൊക്കെ നിങ്ങൾ കണ്ട് തന്നെ അല്ലേ, നിങ്ങൾ കാണുന്നതാണ്. ജസ്റ്റ് നിങ്ങളൊന്ന് എന്ത് ചെയ്താൽ മതി? എഴുതി കൊടുത്താൽ മതി കേട്ടോ. ഈ കൂന്ന് ജസ്റ്റ് മാറ്റട്ടെ. കുമിളകൾ കാണുന്നു, നീരാവിയാകുന്നു. വെള്ളം തിളച്ച ശേഷം എന്താണ്? വെള്ളം തിളപ്പിച്ച ശേഷം പാത്രത്തിന്റെ അടപ്പിന്റെ അടിഭാഗത്ത് നോക്കുമ്പോൾ എന്താ കാണുന്നത്? വെള്ളത്തുള്ളികൾ കാണും കേട്ടോ. വെള്ളത്തുള്ളികൾ കാണും. വെള്ളത്തിന്റെ തുള്ളികൾ കാണും കേട്ടോ. വെള്ളത്തിന്റെ എന്താണ്? തുള്ളികൾ കാണാം. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത് നോക്കിയാലോ. പട്ടിക വിശകലനം ചെയ്ത് കണ്ടെത്തലുകൾ എഴുതാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പട്ടിക വിശകലനം ചെയ്തിട്ട് എന്തെല്ലാം കണ്ടെത്തലുകൾ എഴുതാൻ പറ്റും? വെള്ളത്തിന് ഐസ് ആവാനും നീരാവിയാകാനും കഴിവുണ്ട്. വെള്ളത്തിന് എന്താവാനുള്ള കഴിവുണ്ട്? ഐസ് ആവാനും നീരാവിയാവാനും കഴിവുണ്ട് അല്ലേ. അത് ഏറ്റവും വലിയ കാര്യമാണ്. നെക്സ്റ്റ് അടുത്ത് എന്താണ്? വെള്ളം തണുപ്പിക്കുമ്പോൾ എന്തായിട്ട് മാറുന്നു? ഐസ് ആവുന്നു. ഐസ് വീണ്ടും നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? നീരാവിയായിട്ട് മാറും അല്ലേ. ഇനി ഈ നീരാവിനെ നമ്മൾ തണുപ്പിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും എന്തായിട്ട് മാറും? വെള്ളമായിട്ട് മാറും കേട്ടോ. അപ്പോൾ ആ ഒരു റിലേഷനാണ് അവിടെ സൂചിപ്പിക്കുന്നത് കേട്ടോ. വേണമെങ്കിൽ നമുക്കൊരു പിക്ചർ വരച്ചിട്ട് ഒന്ന് ചെയ്യാം അല്ലേ. നമുക്ക് ഇങ്ങനെ എഴുതാം. എന്താണ്? വെള്ളം കൊടുത്തിട്ട് ഒരു ആരോ മാർക്ക് കൊടുക്കുക. ചൂടാക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ചൂടാക്കുമ്പോൾ ഇത് നിങ്ങളൊന്ന് ഗ്രാൻഡായിട്ട് എഴുതണേ. വെള്ളം ചൂടാക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ജലമായിട്ട് മാറും. വെള്ളം ചൂടാക്കുമ്പോൾ ഐസാണ് ആദ്യം വരിക.
പട്ടിക വിശകലനം ചെയ്ത് നിങ്ങളുടെ കണ്ടെത്തലുകൾ എഴുതൂ. അപ്പൊ നമുക്ക് എന്തൊക്കെ കണ്ടെത്തലുകളാണുള്ളത്? വെള്ളത്തിന് എന്തൊക്കെ ആവാനുള്ള കഴിവുണ്ട്? ഐസാവാനും അതേപോലെ തന്നെ നീരാവി ആവാനും കഴിവുണ്ട് അല്ലെ. അപ്പൊ ജസ്റ്റ് നിങ്ങൾ എഴുതി കൊടുക്കണേ. വെള്ളത്തിന് എന്തൊക്കെ കഴിവുണ്ട്? ഐസാവാനും അതേപോലെ ഐസാവാനും നീരാവി ആവാനും കഴിവുണ്ട്. വേറെ രണ്ടാമത്തെ പോയിന്റ് നമുക്ക് എന്താ എഴുതാൻ പറ്റുന്നത്? നമ്മൾ ഐസിനെ ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ജലം ലഭിക്കും. ഈ ജലത്തെ വീണ്ടും നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? നീരാവിയായിട്ട് മാറും കേട്ടോ. ഈ നീരാവിയെ നമ്മൾ തണുപ്പിച്ചാൽ വീണ്ടും അതെന്തായിട്ട് മാറും? ഒരു സാധാ ജലമായിട്ട് മാറും. ഇങ്ങനെ എഴുതാം. ഐസ് നമ്മൾ എന്ത് ചെയ്യുന്നു? ചൂടാക്കുമ്പോൾ എന്തായിട്ട് മാറുന്നു? ജലമായിട്ട് മാറുന്നു. ജലത്തിന് ചൂടാക്കിയാൽ എന്തായിട്ട് മാറുന്നു? നീരാവിയായിട്ട് മാറുന്നു. നീരാവിനെ നമ്മൾ തണുപ്പിച്ചാൽ വീണ്ടും അതെന്തായിട്ട് മാറുന്നു? ജലമായിട്ട് മാറുന്നു കേട്ടോ. ഇവിടെ ഈ മുകളിൽ ചൂടാക്കുക എന്ന് എഴുതുക കേട്ടോ. ഇവിടെ എന്ത് എഴുതുക? ചൂടാക്കുക. ഇവിടെ എന്താ എഴുതുക? ഇവിടെ തണുപ്പിക്കുക കേട്ടോ. ഇവിടെ തണുപ്പിക്കുക എന്ന് എഴുതുക. നിങ്ങളിത് ഗ്രാൻഡായിട്ടൊന്ന് നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കേണ്ടതാണ് കേട്ടോ. അടുത്തത് ചൂട് വഹിക്കാൻ വെള്ളത്തിനുള്ള കഴിവ് പല സന്ദർഭങ്ങളിലും നാം പ്രയോജനപ്പെടുത്തുന്നുണ്ടല്ലോ. ശരിയാണല്ലേ? ചൂട് വഹിക്കാനുള്ള കഴിവ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പല സന്ദർഭത്തിലും നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഏതെല്ലാമാണ് അത്തരം സന്ദർഭങ്ങൾ? അപ്പൊ ഏതെല്ലാം സന്ദർഭങ്ങളാണ് എന്നാണ് നിങ്ങളോട് ചോദിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ്? അരി വേവിക്കുന്നതിന്. ശരിയല്ലേ? അരി വേവിക്കുന്നത് ചൂട് പ്രയോജനപ്പെടുത്തിയിട്ടാണ്. അടുത്തെന്താണ്? നമുക്ക് വേറെ എന്തൊക്കെ എഴുതാം? ചൂടുവെള്ളം ഉണ്ടാക്കാൻ. അടുത്തെന്താണ്? ചൂടുവെള്ളം ഉണ്ടാക്കാൻ. അത് എഴുതാം അല്ലേ? ചൂടുവെള്ളം ഉണ്ടാക്കാൻ എഴുതാം അല്ലേ? വേറെ എന്താണ്? ചൂടുവെള്ളം ഉണ്ടാക്കാൻ കേട്ടോ. ചൂടുവെള്ളം ഉണ്ടാക്കാൻ. ഓക്കെ. വേറെ എന്താ എഴുതാൻ പറ്റുന്നത്? ആവി പിടിക്കൽ അല്ലേ? രോഗമൊക്കെ വന്നു കഴിഞ്ഞാൽ ആവി പിടിക്കാൻ നമ്മൾ എന്തുപയോഗിക്കലുണ്ട്? ഈ ഒരു കഴിവ്, ചൂട് വഹിക്കാനുള്ള കഴിവ് ഉപയോഗപ്പെടുത്തലുണ്ട് കേട്ടോ. ആവി പിടിക്കാൻ ഉപയോഗപ്പെടുത്തലുണ്ട്. വേറെ എന്തൊക്കെയാണ്? വസ്ത്രങ്ങൾ ഉണക്കാനും ഉപയോഗപ്പെടുത്തലുണ്ട് കേട്ടോ. വസ്ത്രങ്ങൾ ഉണക്കാൻ. വസ്ത്രങ്ങൾ എന്ത് ചെയ്യാൻ? ഉണക്കാൻ. ഉണക്കാനും എന്ത് ചെയ്യലുണ്ട്? ഉപയോഗപ്പെടുത്തലുണ്ട്. പിന്നെ അരി വേവിക്കാൻ മാത്രമല്ല കേട്ടോ. ഭക്ഷണങ്ങൾ നമ്മൾ ഇഡ്ഡലി, പിന്നെ എന്താ വട്ടയപ്പം, ഇങ്ങനത്തെയൊക്കെ ആവിയിൽ വേവിക്കുന്ന ഫുഡ് ഐറ്റംസ് ഇല്ലേ? അങ്ങനത്തെ സാധനങ്ങളൊക്കെ പാകം ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് ഭക്ഷണം പാകം ചെയ്യാൻ കൂടെ എഴുതാം കേട്ടോ. ഭക്ഷണം പാകം ആവി വേവിക്കുന്ന ഭക്ഷണ സാധനങ്ങളുണ്ടല്ലോ, പാകം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഭക്ഷണം പാകം ചെയ്യുന്നതിന്. ഓക്കെ. ചൂടാക്കുമ്പോൾ ജലം ബാഷ്പമായി ഉയരുന്നത് കണ്ടിട്ടുണ്ടാവും അല്ലേ? ബാഷ്പമായിട്ട് ഉയരുന്നത് നമ്മൾ സാധാരണയായിട്ട് കാണുന്നതാണ്. നനഞ്ഞ തുണി ഉണങ്ങുമ്പോൾ തുണിയിലെ ജലാംശത്തിന് എന്ത് സംഭവിക്കുന്നു? അപ്പൊ നനഞ്ഞ തുണി നമ്മൾ ഉണങ്ങിക്കഴിയുമ്പോൾ തുണിയിലെ ജലാംശത്തിന് എന്താണ് സംഭവിക്കുന്നത്? ഒരു ദ്രാവകത്തിന്റെ ഉപരിതലത്തിൽ നിന്ന് ചെറുകണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിനെ ബാഷ്പീകരണം എന്നാണ് പറയുന്നത്. അപ്പൊ എന്താ പറയുന്നത്? ബാഷ്പീകരണം. ഒരു ദ്രാവകം അതിന്റെ ഏത് സ്ഥലത്ത് നിന്നാണോ ആ സ്ഥലത്ത് നിന്ന് ചെറിയ കണികളായിട്ട് ചുറ്റുപാടിലേക്ക് എന്ത് ചെയ്യുന്നു? വ്യാപിക്കുന്നു. അതിനെയാണ് ബാഷ്പീകരണം എന്ന് പറയുന്നത്. ചൂടാക്കുമ്പോൾ ബാഷ്പീകരണത്തിന്റെ തോത് വർദ്ധിക്കുന്നു. അപ്പൊ നമ്മൾ ചൂടാക്കുമ്പോൾ എന്താണ്? ഇവരുടെ ബാഷ്പീകരണ തോത് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ബാഷ്പീകരണം എല്ലാ താപനിലയിലും സംഭവിക്കും. ബാഷ്പീകരണം എന്താ സംഭവിക്കുന്നത്? എല്ലാ താപനിലയിലും സംഭവിക്കുന്ന കാര്യമാണ് എന്തെന്ന് പറയുന്നത്? ബാഷ്പീകരണം എന്ന് പറയുന്നത് കേട്ടോ. ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലും പ്രകൃതിദത്തമായി കാണുന്ന ഏക പദാർത്ഥമാണ് ജലം എന്ന് പറയുന്നത്. അപ്പൊ ഈ ജലത്തിനൊരു ചെറിയ പ്രത്യേകത ഉണ്ട്. എന്താണ് ആ ചെറിയ പ്രത്യേകത എന്ന് പറയുന്നത്? ഖരമായിക്കോട്ടെ, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലും കാണപ്പെടുന്ന പദാർത്ഥം ഏതാണ്? ജലമാണ് കേട്ടോ. പ്രകൃതിദത്തമായി കാണപ്പെടുന്ന ഒരേ ഒരു സാധനം എന്ന് പറയുന്നത് എന്താണ്? ജലമാണ് കേട്ടോ. അടുത്ത എന്താ പറയുന്നത് നോക്കാല്ലേ? ജലനിരപ്പ്. അടുത്ത എന്താണ്? ജലനിരപ്പ്. കെട്ടിട നിർമ്മാണത്തിനായി ലെവൽ ട്യൂബിൽ ജലം നിറച്ച് അളവെടുക്കുന്നത് നോക്കൂ. അപ്പൊ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? കെട്ടിട നിർമ്മാണത്തിനായിട്ട് ഒരു കുട്ടി എന്ത് ചെയ്തിട്ടുണ്ട്? ജസ്റ്റ് ലെവൽ നോക്കുന്നുണ്ട് അല്ലെ? ഒരു ലെവൽ ട്യൂബിൽ ജലം നിറച്ച് നിങ്ങളുടെ ക്ലാസ് മുറിയിലെ വിവിധ സ്ഥലങ്ങളുടെ നിരപ്പ് പരിശോധിക്കാനാണ് നിങ്ങളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ ക്ലാസ് മുറിയിലെ വിവിധ നിരപ്പുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ഒന്ന് പരിശോധിക്കണം. ചിത്രത്തിലേതുപോലെ ഒരു ഉപകരണം ഉണ്ടാക്കി ഏതെങ്കിലും ഒരു കുപ്പിയിൽ വെള്ളം ഒഴിച്ചു നോക്കൂ. എന്താണ് സംഭവിക്കുന്നത്?
അപ്പം നിങ്ങളോട് ചിത്രത്തിലെ പോലെ ഒരു പിക്ചർ 3 കുപ്പി എടുത്തിട്ടുണ്ട്, അതിന് 3ഉം എന്ത് ചെയ്തിട്ടുണ്ട്, കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പം എന്താ ചെയ്യുന്നത്, നിങ്ങളോട് ഇത് 3ഉം ഇങ്ങനെ ഒരു പിക്ചർ ഉണ്ടാക്കിയിട്ട് എന്താ പറഞ്ഞേക്കുന്നത്, ഇതേപോലെ ഏതെങ്കിലും ഒരു കുപ്പിയിൽ വെള്ളം ഒഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഏതെങ്കിലും ഒരു കുപ്പിയിൽ വെള്ളം ഒഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, മറ്റു 2 കുപ്പിയിലേക്കും വെള്ളം വ്യാപിക്കുന്നു കേട്ടോ. അപ്പം എന്താണ്, മറ്റു കുപ്പിയിലേക്കും വെള്ളം വ്യാപിക്കുന്നു, മറ്റ് കുപ്പിയിലേക്കും വ്യാപിക്കുന്നു, കുപ്പിയിലേക്കും വ്യാപിക്കുന്നു. ഇത് കായാണേ. മറ്റു കുപ്പിയിലേക്കും എന്ത് ചെയ്യുന്നു, വ്യാപിക്കുന്നു. നിങ്ങളുടെ കണ്ടെത്തൽ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ. ജലാശയങ്ങൾ നിങ്ങൾക്ക് അറിയാലോ. ജലാശയങ്ങൾ വറ്റുമ്പോൾ സമീപത്തെ വീടുകളിലെ കിണറുകളിലെ ജലനിരപ്പിന് എന്ത് സംഭവിക്കുന്നു? എന്താ സംഭവിക്കുന്നത്? ജലനിരപ്പ് എന്ത് ചെയ്യുന്നു, താഴുന്നു കേട്ടോ. ജലനിരപ്പ് താഴുന്നു. അപ്പോൾ ഇവിടെ എഴുതി കൊടുക്കാം, ജലനിരപ്പ് താഴുന്നു. ജലനിരപ്പ് എന്ത് ചെയ്യുന്നു, താഴുന്നു കേട്ടോ. ജലനിരപ്പ് താഴുന്നു. അടുത്തെന്താണ്, വ്യവസായശാലകൾ നിയന്ത്രണമില്ലാതെ ജലമെടുക്കുന്നത് ആ പ്രദേശത്തെ ജലലഭ്യതയെ ബാധിക്കുമോ? തീർച്ചയായിട്ടും ബാധിക്കും. കാരണം എന്താണ്, ജലലഭ്യത എന്ത് ചെയ്യും, ആ പ്രദേശത്തുള്ള ആൾക്കാർക്ക് ജലലഭ്യത ലഭിക്കുമോ? ഇല്ല, അവരുടെ ജലലഭ്യത എന്ന് പറയുന്നത് കുറയുകയാണ് ചെയ്യുന്നത്. ചർച്ച ചെയ്ത് കണ്ടെത്തലുകൾ എഴുതാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ചർച്ച ചെയ്ത് കൂടുതലുള്ള കാര്യങ്ങളൊക്കെ അവിടെ എഴുതണം കേട്ടോ. വിധാനം പാലിക്കുക എന്നതാണ് ജലത്തിൻ്റെ ഏറ്റവും പാലിക്കുന്നു എന്നത് ജലത്തിൻ്റെ ഒരു സവിശേഷതയാണ്. അപ്പം വിധാനം പാലിക്കുന്നു എന്ന് പറയുന്നത് ജലത്തിൻ്റെ എന്താണ്, ഒരു സവിശേഷതയാണ് കേട്ടോ. അടുത്തെന്താണ്, ജലസ്രോതസ്സിലേക്ക് പോവാണ്. ജലസമൃദ്ധമായ ഒരു ഗ്രഹമാണ് ഭൂമി എന്ന് പറയുന്നത്. ശരിയാണല്ലേ. നമുക്ക് കടലുണ്ട്, അതേപോലെ എന്താണ്, കടലിൻ്റെ അത്രയും ഇല്ല കര, എന്നാലും കടലുമുണ്ട്. വലിയ അളവിൽ ലവണങ്ങൾ ലയിച്ചു ചേർന്നത് കൊണ്ടാണ് കടൽ വെള്ളം ദൈനംദിന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. കടൽ വെള്ളത്തിൽ എന്തുണ്ട്, ഉപ്പ് അടങ്ങിയിട്ടുണ്ട് അല്ലേ. നിങ്ങളുടെ ചുറ്റുപാടിലും ശുദ്ധജല സ്രോതസ്സുകൾ ഏതെല്ലാമാണ് എന്ന് കണ്ടെത്തി എഴുതൂ. നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. നമ്മുടെ ചുറ്റുപാടുള്ള ശുദ്ധജല സ്രോതസ് ഏതൊക്കെയാണ്, നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്കേ, ഏതൊക്കെയാണ്? നമുക്ക് കിണർ പറയാം, കുളം പറയാം, ശരിയല്ലേ. നീരുറവകളുണ്ട്, ചെറിയ ചെറിയ കുളങ്ങൾ അല്ലേ, ചെറിയ ചെറിയ കുളങ്ങളുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള നീരുറവകൾ നമ്മുടെ ചുറ്റുപാടും കാണപ്പെടലുണ്ട് അല്ലേ. നിങ്ങളുടെ ജലസ്രോതസ്സുകളിൽ വെള്ളം എത്തുന്നത് മഴയിലൂടെയാണോ? കൂടുതലായിട്ടും എങ്ങനെ തന്നെയാണ്, മഴയിലൂടെ തന്നെയാണ് നമ്മുടെ വീടിൻ്റെ ഭാഗത്തേക്ക് അല്ലേ, നമ്മുടെ സ്ഥലങ്ങളിലേക്ക് ജലം എത്തുന്നത് അല്ലേ. ജലത്തുള്ളികൾ പറയാനുള്ളത്, അടുത്തെന്താണ്, ജലത്തുള്ളികൾക്ക് പറയാനുള്ളത്. ജീവജാലങ്ങൾക്ക് ഞങ്ങളില്ലാതെ ജീവിക്കാനാവില്ല. ജലാശയങ്ങൾ ചൂട് പിടിക്കുമ്പോൾ ഞങ്ങൾ അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നു, പിന്നീട് തണുത്ത് മഴമേഘങ്ങളായി മാറുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു, തണുത്ത് മഴമേഘങ്ങളായിട്ട് മാറുന്നു. അവിടെ വെച്ച് ചെറുകണികകളായ ഞങ്ങൾ ഒന്നിച്ചു ചേർന്ന് മഴത്തുള്ളികളായിട്ട് ഭൂമിയിലേക്ക് പതിക്കുന്നു. അങ്ങനെ ജലസ്രോതസ്സുകളുടെ ഭാഗമായിട്ട് മാറുന്നു. അപ്പോൾ എങ്ങനെയാണ് മഴ ഉണ്ടാകുന്നത്? നമ്മുടെ ജലാശയങ്ങൾ നന്നായിട്ട് ചൂടാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ജലാശയങ്ങൾ ചൂടാകുന്നത് വഴി ഇതിൽ നിന്ന് ഓരോ കണികകൾ എന്ത് ചെയ്യുന്നു, മുകളിലോട്ട് ഉയർന്ന് പോകുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ആകാശത്ത് ഇവർ മഴമേഘങ്ങളായിട്ട് മാറുകയും നമുക്ക് എന്ത് ചെയ്യുന്നു, മഴ ലഭിക്കുകയും ചെയ്യുന്നു. ഭൂമിയിൽ ലഭ്യമായിട്ടുള്ള ശുദ്ധജലം ജീവജാലങ്ങൾക്ക് ആവശ്യമാണ്. എന്നാൽ മനുഷ്യന്റെ ചില ഇടപാടുകൾ ജലമലിനീകരണത്തിന് കാരണമാകുന്നുണ്ട്. ചുവടെ നൽകിയിരിക്കുന്ന സന്ദർഭങ്ങൾ നിരീക്ഷിക്കുക. അപ്പം അങ്ങോട്ട് നോക്കിയേ, മനുഷ്യന്റെ ഇടപാടുകൾ ആർക്ക് ഭയങ്കര ദോഷമാകുന്നുണ്ട് എന്നാ പറഞ്ഞേക്കുന്നത്? ജീവജാലങ്ങൾക്ക് ഭയങ്കരമായിട്ട്, അല്ലെങ്കിൽ ശുദ്ധജലം നമുക്ക് ലഭിക്കുന്നുണ്ടോ? മനുഷ്യൻ എന്ത് ചെയ്യും, ഭയങ്കരമായിട്ട് ജലം എന്ത് ചെയ്യും, മലിനമാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. ജലമലിനീകരണം പരിഹാര മാർഗങ്ങളും എന്ന വിഷയത്തിൽ ക്ലാസ്സിലൊരു സെമിനാർ നടത്തൂ. അപ്പം നിങ്ങളോട് എന്താ പറഞ്ഞേക്കുന്നത്, ക്ലാസ്സിലൊരു സെമിനാർ നടത്താനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. കരുതി വെക്കാം നാളത്തേക്ക്. മഴ ധാരാളം ലഭിക്കുന്ന നാടാണ് നമ്മുടേത്. ശരിയാണല്ലേ. നമ്മുടെ കേരളം എന്ന് പറയുന്നത് മഴ ധാരാളം ലഭിക്കുന്നതാണ്. എന്നാൽ വേനൽക്കാലത്ത് പല പ്രദേശങ്ങളിലും വരൾച്ച ഉണ്ടാകുന്നുണ്ട്. അതും ശരിയല്ലേ. പല പ്രദേശങ്ങളിലും എന്തുണ്ടാകുന്നുണ്ട്, വരൾച്ച ഉണ്ടാകുന്നുണ്ട്. മഴവെള്ളം സംഭരിച്ചു വെച്ചാൽ വേനൽക്കാലത്ത് ലഭ്യത ഉറപ്പാക്കാം. റെഡിയാണല്ലേ. മഴവെള്ളം നമ്മൾ സംഭരിച്ചു വെച്ച് കഴിഞ്ഞാൽ വേനൽക്കാലത്ത് നമുക്ക് ജലത്തിന് വേണ്ടി അലയേണ്ടി വരുമോ? ഇല്ല അല്ലേ. മഴവെള്ളം സംഭരിക്കുന്നതിന് ചില മാർഗങ്ങൾ തന്നിരിക്കുന്നു. അപ്പോൾ എൻ്റെ കുഞ്ഞു കൂട്ടുകാരെ ഇതൊന്ന് നോക്കി വെക്കണേ, കാരണം എക്സാമിന് ചോദിക്കും കേട്ടോ. മഴവെള്ളം സംഭരിച്ചു വെക്കാനുള്ള മാർഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിക്കുകയെ. മഴവെള്ള
സംഭരണി. ഫസ്റ്റ് വൺ ഏതാണ്? മഴവെള്ള സംഭരണി. അപ്പൊ ഈ മഴവെള്ള സംഭരണി ഉണ്ട്. അതേപോലെ എന്താണ്? തടയണ. ഈ തോട്ടിലൊക്കെ കിട്ടുന്നതാണ് തടയണ എന്ന് പറയുന്നത് കേട്ടോ. അടുത്തെന്താണ്? കയ്യാല. നെക്സ്റ്റ് അടുത്ത് എന്താണ്? കയ്യാല. വേറെ എന്തൊക്കെയാണ്? കിണർ റീചാർജിങ്. കിണറിലോട്ട് മഴ പെയ്യുമ്പോൾ വെള്ളം ഇറക്കുന്ന ഒരു പ്രോസസ്സിംഗ് ഉണ്ട് കേട്ടോ. അതാണ് കിണർ റീചാർജ് എന്ന് പറയുന്നത്. മറ്റെന്തെല്ലാം മാർഗങ്ങൾ ജലസംഭരണത്തിനായിട്ട് ഉപയോഗിക്കാം? മറ്റെന്തെല്ലാം മാർഗങ്ങൾ ഉപയോഗിക്കാം? നമുക്ക് ജലം പാഴാക്കേണ്ട നോക്കുക. അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അല്ലേ. പിന്നെ മഴവെള്ളമൊക്കെ സംഭരിച്ചു വെക്കാനുള്ള പല മെത്തേഡ്സ് ഉണ്ട്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. അടുത്തെന്താണ്? നിങ്ങളുടെ പ്രദേശത്ത് ഏതെല്ലാം മാർഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് കണ്ടെത്തൽ വഴി എഴുതാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ശുദ്ധജലം അമൂല്യമാണ്, അതെന്ത് ചെയ്യരുത്? പാഴാക്കരുത്. ശുദ്ധജലം നമ്മൾ പാഴാക്കാൻ പാടുണ്ടോ? ഇല്ല കേട്ടോ. അടുത്തെന്താണ്? നമ്മൾ വിലയിരുത്താം എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോവാണേ. ജലത്തിന്റെ അവസ്ഥ മാറ്റമാണ് ചുവടെ ചിത്രീകരിച്ചിരിക്കുന്നത്. യോജിച്ച പദങ്ങൾ ചേർത്ത് ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കുക. ജലം നമ്മൾ ചൂടാക്കി കഴിയുമ്പോൾ തണുപ്പിച്ചു കഴിഞ്ഞാൽ തണുപ്പിക്കുന്നു. തണുപ്പിച്ചു കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറുന്നു? ഐസായിട്ട് മാറുന്നു കേട്ടോ. ഐസിന് നമ്മൾ ഗരം എന്നാ പറയുന്നത് കേട്ടോ. ഐസിന് ഗരം എന്ന് പറയും. ഇനി ജലം ചൂടാക്കി കഴിയുമ്പോൾ അതെന്തായിട്ട് മാറുന്നു? നീരാവിയായിട്ട് മാറുന്നു കേട്ടോ. എന്തായിട്ട് മാറുന്നു? നീരാവി. ഇതെന്താണ്? വാതകമാണ് കേട്ടോ. ഇതാണ് വാതകമാണ്. അടുത്തെന്താ നോക്കിയാലോ? ജലത്തെക്കുറിച്ചുള്ള ആശയ ചിത്രീകരണം പൂർത്തിയാക്കുക. ഇനി ജലസ്രോതസ്സുകൾ ഏതൊക്കെയാണ്? നിങ്ങൾ തന്നെ പറഞ്ഞേ. ജലസ്രോതസ് ഏതൊക്കെയാണ്? കിണർ പറയാം അല്ലേ. കിണർ പറയാം. പിന്നെ ഏതാണ്? പുഴ പറയാം കേട്ടോ. പുഴ, കുളം, ഇതെല്ലാം എന്താണ്? ജലസ്രോതസ്സുകളാണ് അല്ലേ. ഇനി ജലത്തിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? കുടിക്കാൻ ഉപയോഗിക്കാം, കുടിക്കാൻ, പിന്നെ പാത്രം കഴുകാൻ, കുളിക്കാൻ, കൃഷിക്ക് എല്ലാം ഉപയോഗിക്കാം അല്ലേ. കുളിക്കാൻ, പിന്നെ ഏതാണ്? കൃഷിക്ക്. ഉപയോഗിക്കാം. വേറെ എന്താണ്? ജലത്തിൻ്റെ അടുത്ത് എന്താണ്? സവിശേഷത. ജലത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത് എന്താണ്? വ്യത്യസ്ത അവസ്ഥകൾ കാണപ്പെടുന്നു അല്ലേ. പിന്നെന്താണ്? ആകൃതി ഉണ്ടോ? ആകൃതി ഇല്ല. പിന്നാണ് വിധാനം പാലിക്കുന്നു കേട്ടോ. ആദ്യം എഴുതേക്കാം. വിധാനം പാലിക്കുന്നു. വിധാനം പാലിക്കുന്നു. വിധാനം പാലിക്കുന്നു. ആകൃതിയില്ല അല്ലേ. ആകൃതി ഇല്ല. പിന്നെ വേറെന്താ? വ്യത്യസ്ത അവസ്ഥകളിൽ കാണപ്പെടുന്നു. വ്യത്യസ്ത അവസ്ഥയിൽ കാണപ്പെടുന്നു. ഓക്കെ. ഏതൊക്കെയാണ് അവസ്ഥകൾ എന്ന് പറയുന്നത്? ഏതാണ്? ഗരം. അടുത്ത ഏതാണ്? ദ്രാവകമാണ് കേട്ടോ. ദ്രാവകം. നെക്സ്റ്റ് അടുത്ത് എന്താണ്? വാതകം. ഇതൊക്കെ നന്നായിട്ട് പഠിക്കണം കേട്ടോ. എക്സാമിന് എന്തായാലും ഉണ്ടാവേ. അടുത്തത് മലിനീകരണമാണ്. എങ്ങനെയൊക്കെയാണ്? പ്ലാസ്റ്റിക് മലിനീകരണം അല്ലേ. നമ്മൾ എന്ത് ചെയ്യുന്നു? പ്ലാസ്റ്റിക് മലിനീകരണങ്ങൾ പുഴയിലേക്ക് വലിച്ചെറിയുന്നു. പുഴയിൽ കൊണ്ടുപോയി കന്നുകാലികളെ കുളിപ്പിക്കുന്നു. ഫാക്ടറിയിൽ നിന്നുള്ള മലിനീകരണം എന്ത് ചെയ്യുന്നു? കടത്തിവിടുന്നു അല്ലേ. ഇതൊക്കെ എന്താണ്? മലിനീകരണമാണ് അല്ലേ. പുസ്തകത്തിൽ തന്നെ ഉണ്ട് അല്ലേ. പ്ലാസ്റ്റിക് മലിനീകരണം. പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നത് മൂലമാണ് കേട്ടോ. പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നത് മൂലം. ഓക്കെ. പിന്നെ പുഴയിൽ വെച്ച് കന്നുകാലികളെ കാലികളെ കുളിപ്പിക്കുന്നത് അല്ലേ. കാലികളെ കുളിപ്പിക്കുന്നത്. ഒന്ന് നിങ്ങൾ തന്നെ എഴുതണേ. ഫാക്ടറികളിൽ നിന്നുള്ള മലിനീകരണം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാവുന്നതേ ഉള്ളൂ കേട്ടോ. അടുത്തതിലേക്ക് പോയാലോ. അടുത്തെന്താണ്? 3 വ്യത്യസ്ത സ്രോതസ്സുകളുടെ ജലത്തിന്റെ നിലവാരം പരിശോധിച്ച് റിപ്പോർട്ടാണ് താഴെ തന്നിരിക്കുന്നത്. പട്ടിക വിശകലനം ചെയ്ത് നിങ്ങളുടെ കണ്ടെത്തലുകൾ എഴുതുക എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ്? സവിശേഷതയുണ്ട്. പുഴ, കുളം, കിണർ. അപ്പൊ നിറം എന്ന് പറയുന്നത് സവിശേഷ നിറം, ഗന്ധം, ജൈവമാലിന്യം, രാസമാലിന്യം ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ പുഴ നിറം എന്ന് പറയുന്നത് എങ്ങനെയാണ്? കലങ്ങിയ വെള്ളമാണ് കാണപ്പെട്ടത്. കുളത്തിലും എന്ത് തന്നെയാണ്? കലങ്ങിയ മാലിന്യമാണ് അല്ലേ. കിണർ എങ്ങനെയാണ്? തെളിഞ്ഞ വെള്ളമാണ് കാണപ്പെട്ടത്, അല്ലെങ്കിൽ തെളിഞ്ഞ നിറമായിരുന്നു കാണപ്പെട്ടത്. ഗന്ധം ഏതൊക്കെയാണ്? ദുർഗന്ധമുണ്ട്. രണ്ടാമത്തേന് ദുർഗന്ധമുണ്ട്. കുളത്തിലും ദുർഗന്ധമുണ്ട്. മൂന്നാമത്തേൽ എന്താണ്? ഗന്ധമില്ല. അടുത്തത് എന്താണ്? പുഴയിൽ ജൈവമാലിന്യം ഉണ്ട്, കുളത്തിലുമുണ്ട്. കിണറ്റിലുണ്ടോ? ഇല്ല.
രാസമാലിന്യം പുഴയിലുണ്ട്, കുളത്തിലുമുണ്ട്, കിണറ്റിലുണ്ടോ? ഇല്ല കേട്ടോ. അപ്പം നമുക്ക് എന്താണ് അടുത്ത് എന്താ പറഞ്ഞേക്കുന്നത് നോക്കാം അല്ലേ. ഇതിൻ്റെ ചോദ്യങ്ങളാണ് കേട്ടോ. കുടിക്കാൻ ഏറ്റവും സുരക്ഷിതമായ വെള്ളം ഏത് സ്രോതസ്സിലെയാണ്? ഏത് സ്രോതസ്സിലെയാണ്? കിണറാണ് കേട്ടോ. കിണറാണേ. കിണർ. പുഴ, കുളം എന്നിവയിലെ ജലം കുടിവെള്ളമായി മാറ്റാൻ കഴിയുമോ? എങ്ങനെ? തീർച്ചയായിട്ടും മാറ്റാൻ കഴിയും. എങ്ങനെയായിരുന്നു നമ്മുടെ ഈ ചാപ്റ്ററിന്റെ ആദ്യം തന്നെ പറയുന്നുണ്ട് അല്ലേ. അതിന് പ്രത്യേക മാർഗങ്ങളല്ലേ, മാർഗങ്ങളൊക്കെ നമ്മളിവിടെ ഓൾറെഡി പറയുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക കുഞ്ഞു കൂട്ടുകാർ, ഈ മാർഗമാണ് എഴുതേണ്ടത് കേട്ടോ. ഇവിടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഈ ഒരു മാർഗമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അവിടേക്ക് എഴുതേണ്ടത്. അത് നിങ്ങൾ മിസ് ഓൾറെഡി പറഞ്ഞല്ലോ, ഇനി മിസ് പറയുന്നില്ല. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഒന്ന് എഴുതിയിട്ടാൽ മതി കേട്ടോ. അടുത്ത എന്താണ്? ജലസ്രോതസ്സിന്റെ മലിനീകരണമാണ് ചോദിക്കുന്നത് അല്ലേ. നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കാവേ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? പുഴ, കുളം എന്നിവയിലെ ജലം അത് നമ്മൾ പറഞ്ഞു അല്ലേ. ജലസ്രോതസ്സിലെ മലിനീകരണം തടയാൻ എന്തെല്ലാം ചെയ്യണം? എന്തെല്ലാമാണ്? ജലത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ആളുകളെ ബോധ്യപ്പെടുത്തുക, അതാണ് ഏറ്റവും ആവശ്യമായ ഘടകം എന്ന് പറയുന്നത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയരുത്, കുപ്പികൾ വലിച്ചെറിയരുത്, ശരിയല്ലേ. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് സംസ്കരിക്കുകയാണ് വേണ്ടത്. അടുത്തത് ഫാക്ടറികളുടെ വേസ്റ്റുകളൊക്കെ പുഴയിലേക്ക് തള്ളാൻ വേണ്ടിയിട്ട് അനുവദിക്കരുത്. അതേപോലെ കന്നുകാലികളെ പുഴയിൽ കൊണ്ട് കുളിപ്പിക്കാൻ പാടുണ്ടോ? ഇല്ല കേട്ടോ. അതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. അടുത്തെന്താണ്? ജലത്തിന്റെ സവിശേഷതകൾ യോജിച്ച ഉദാഹരണങ്ങൾ നിത്യജീവിത സന്ദർഭത്തിൽ നിന്ന് കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ എന്താണ്? താപം വഹിക്കുന്നു. ഫസ്റ്റ് വൺ എന്താണ്? താപം വഹിക്കുന്നു. അതിൽ നമുക്ക് നിത്യജീവിതത്തിൽ നിന്ന് ഏതെടുത്ത് എഴുതാൻ പറ്റുന്നത്? അരി വേവിക്കുക കേട്ടോ. അരി വേവിക്കുക, അരി വേവിക്കുക, അരി വേവിക്കുന്നത്, അരി വേവിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ഏതാണ്? കുറച്ച് വലുതായി പോയി അല്ലേ. അരി വേവിക്കുന്നത് കേട്ടോ. അരി വേവിക്കുന്നത്. അടുത്തത് വിധാനം പാലിക്കുന്നു. വിധാനം എന്ത് ചെയ്യുന്നു? പാലിക്കുന്നു. അപ്പോൾ അതിന് എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് ഏതാ എഴുതാൻ പറ്റുന്നത്? പുഴയിലെ പോലെ കിണറ്റിലും വെള്ളം നിറയുന്നു, ശരിയല്ലേ. അപ്പം എന്താണ് വിധാനം എന്നത് ഉദ്ദേശിക്കുന്നത്? എന്താണ്? ഒരേ ജലനിരപ്പായിരിക്കും. അപ്പം പുഴയിലുള്ള അതേപോലെ തന്നെ നമ്മുടെ പുഴയും കിണറും ഒരേ ലെവലാണെങ്കിൽ രണ്ടിലും ഒരേപോലെ വെള്ളത്തിൻ്റെ ലെവൽ ഉണ്ടാവും കേട്ടോ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സാർവിക ലായകമാണ്. സാർവിക ലായകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്ക് പാനീയങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ലേ. പാനീയങ്ങൾ ഉണ്ടാക്കാൻ എന്ന് ഇവിടെ എക്സാമ്പിൾ എഴുതാം കേട്ടോ. പാനീയങ്ങൾ ഉണ്ടാക്കാൻ, ഞങ്ങൾ ഉണ്ടാക്കാൻ. അടുത്തത് ബാഷ്പീകരിക്കാനുള്ള കഴിവ്. ബാഷ്പീകരിക്കാനുള്ള കഴിവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്താണ് ബാഷ്പീകരിക്കാനുള്ള കഴിവുമായിട്ട് ബന്ധപ്പെട്ട് നിത്യജീവിതത്തിൽ നമുക്ക് പറയാൻ പറ്റിയ ഒരു എക്സാമ്പിൾ എന്താണ്? വസ്ത്രങ്ങൾ ഉണങ്ങുന്നു അല്ലേ. അത് നിത്യജീവിതവുമായിട്ട് വസ്ത്രങ്ങൾ ഉണങ്ങുന്നു അല്ലേ. വസ്ത്രങ്ങളിൽ വെള്ളം എന്ത് ചെയ്യുന്നു? നീരാവിയായിട്ട് പോകുകയും അതുമൂലം ഉണങ്ങുകയും ചെയ്യുന്നു അല്ലേ. വസ്ത്രങ്ങൾ ഉണങ്ങുന്നു ആണേ. വസ്ത്രങ്ങൾ ഉണങ്ങുന്നു. ഇവിടെ നിങ്ങൾ എഴുതിയിടണേ. പുഴയിലെയും കിണറ്റിൻ്റെയും വെള്ളത്തിൻ്റെ ലെവൽ, പുഴ, കിണർ, ജലത്തിൻ്റെ ലെവൽ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ തുല്യമായിരിക്കും. ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. അപ്പം എന്ത് ചെയ്യുക? ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക. അപ്പം വീണ്ടും കാണാം. നെക്സ്റ്റ് ചാപ്റ്ററുമായിട്ട് വീണ്ടും കാണാം കേട്ടോ. അപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മിസ്സിൻ്റെ കമൻസ് ഒക്കെ അറിയിക്കുക കേട്ടോ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ, താങ്ക് യു.